ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. സ്റ്റാർട്ട് ചെയ്യാം. ഓഡിബിൾ ആണോ? ഗുഡ് ഈവനിങ്. ഓഡിയബിളാ. ഓക്കെ 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 കുറച്ച് ആൾക്കാർ വരാനുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ ആണ്, അതുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നു, ഇപ്പൊ ഇതിനകത്ത് എത്ര പേരുണ്ടോ, ഈ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ എത്ര പേരുണ്ടോ അത്രയും ആൾക്കാർ അറ്റ് ദ എൻഡ് വരെ നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ട്സ്, അത് ഏത് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും എല്ലാ ഡൗട്ട്സും നമുക്ക് ക്ലിയർ ചെയ്യാനുള്ളതാണ്. ഓക്കെ, ആദ്യം ഏറ്റവും അവസാനം മാത്രമാണ് എൻട്രി കൺസെപ്റ്റ് പറയുന്നത്. അതിന്റെ അവസാനമാണ് മാർക്കറ്റിൽ റിസ്ക് മാനേജ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നത്, സൈക്കോളജിയെ പറ്റി, ട്രേഡിംഗ് സിസ്റ്റത്തെ പറ്റി, ഇതെല്ലാം നമ്മൾ സംസാരിക്കുന്ന അറ്റ് ലാസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സെക്ഷൻ കുറച്ച് ടൈം നിങ്ങൾക്ക് വേണ്ടി വരും. എന്തായാലും ഒരു 9 മണിക്ക് ശേഷം ഈ സെക്ഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും അറ്റ് ലാസ്റ്റ് വരെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇടയ്ക്ക് വെച്ച് മാക്സിമം നിങ്ങൾ ക്വിറ്റ് ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ റെക്കോർഡ് ഉണ്ട്. ഓക്കെ, അപ്പം ലാസ്റ്റ് സെക്ഷനിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതുവരെ പഠിച്ച ടോപ്പിക്കുകൾ നമ്മളൊന്ന് പറയാം. അതായത് ICT ആദ്യം പഠിച്ച ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല, ICT കൺസെപ്റ്റിൽ നമ്മൾ പഠിച്ചു വന്ന മേജർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാം. അതിനകത്ത് നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒന്ന്, ലിക്വിഡിറ്റി തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ അല്ലെ. ആദ്യം നമ്മൾ ലിക്വിഡിറ്റി പറഞ്ഞു, ബൈ സൈഡ് ലിക്വിഡിറ്റി എന്താണെന്ന് പറഞ്ഞു, സെൽ സൈഡ് ലിക്വിഡിറ്റി എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞ MSS മാർക്കറ്റ് നമ്മൾ പഠിച്ചു. പിന്നീട് എന്താ പഠിച്ചേ? BMS പഠിച്ചു, OB പഠിച്ചു, FEG പഠിച്ചു ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് ICT കോൺസെപ്റ്റിൽ നമുക്ക് വേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ എൻട്രി കൺസെപ്റ്റും, അതല്ലെങ്കിൽ ICTയിലോ SMCയിലോ ഫോളോ ചെയ്യുന്ന എല്ലാ വ്യക്തികളും ഡിറൈവ് ചെയ്തെടുക്കുന്ന എൻട്രി ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതിൽ നമ്മുടേതായ റൂൾസ് അപ്ലൈ ചെയ്തിട്ടാണ് എൻട്രി ബിൽഡ് ചെയ്തെടുക്കുന്നത്. ഇത് ഇത്രയാണ് കൺസെപ്റ്റ്. ഓക്കെ, ICTയിലാണെങ്കിലും SMCയിലാണെങ്കിലും മേജർ ആയിട്ട് വരുന്ന കൺസെപ്റ്റ് ഇത്രയാണ്. ഇത് കൂടാതെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ വളരെ വൃത്തിക്ക് മനസ്സിലായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഈ ഒരു ലൈവിൽ ഇരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ മനസ്സിലായെങ്കിൽ മാത്രമേ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നോർമലി മാർക്കറ്റ് ഫോളോ ചെയ്തു വരുന്ന ഒരു എൻട്രി കൺസെപ്റ്റ് അല്ല, മാർക്കറ്റ് ഫോളോ ചെയ്തു വരുന്ന ഒരു മാർക്കറ്റിൽ നമ്മൾ നോർമലി കണ്ടുവരുന്ന ഒരു സിസ്റ്റത്തെ പറ്റിയാണ്. അതിനെയാണ് നമ്മൾ പവർ ഓഫ് 3 എന്ന് പറയുന്നത്. ഓക്കെ, പവർ ഓഫ് 3 എന്ന് പറയും. പവർ ഓഫ് 3 എന്ന് പറഞ്ഞാൽ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇത് മൂന്നും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് മാർക്കറ്റ് പല സമയത്ത്, മാർക്കറ്റിന്റെ ഒരു വർഷത്തെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഏത് കറൻസി പെയർ ആണെന്ന് പറഞ്ഞാലും അതിൽ ചില സമയത്ത് മാർക്കറ്റ് വലിയ മൂവ്മെന്റ് ഇല്ലാതെ ഒന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള സൈഡ് വേസ് മൂവ്മെന്റ്. ഈ ഒരു സൈഡ് വേസ് മൂവ്മെന്റ് മാർക്കറ്റിൽ ഇങ്ങനെ ഒരു ഫോർമേഷൻ ക്രിയേറ്റ് ആയാൽ ഏറ്റവും കൂടുതൽ റീറ്റെയിലേഴ്സ്, സൗണ്ട് കുറവുണ്ടോ? ഓക്കെ, ഏറ്റവും കൂടുതൽ റീറ്റെയിലേഴ്സ് വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു സൈഡ് വേസ് മൂവ്മെന്റിൽ നിന്ന് ഏതൊരു ഏരിയയിലോട്ടാണോ ബ്രേക്ക് ചെയ്യുന്നത് ആ ഒരു മേഖല അല്ലെങ്കിൽ ആ ഒരു സൈഡിലോട്ട് എൻട്രി ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ അതായത് ഇങ്ങനെ ഒരു സൈഡ് വേസ് മൂവ്മെന്റ് തന്നാൽ പിന്നീട് മാർക്കറ്റ് മുകളിലോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ റീറ്റെയിലേഴ്സ് വെയിറ്റ് ചെയ്യുന്നത് മുകളിലോട്ടുള്ള ഒരു എൻട്രി പുഷ് ചെയ്യാൻ വേണ്ടി, ഒരു ബൈ എൻട്രി പുഷ് ചെയ്യാനായിരിക്കും. അതേസമയം ഡൗൺ സൈഡ് ആണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു ഡൗൺ സൈഡ് എൻട്രി പുഷ് ചെയ്യാനായിരിക്കും. എന്നാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മേജർ ആയിട്ട് ലിക്വിഡിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇതിന്റെ മുകളിലാണെങ്കിലും ഡൗൺ സൈഡ് ആണെങ്കിലും നമ്മൾ ലിക്വിഡിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സൈഡ് വേസ് സിസ്റ്റം മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്താൽ, ഒരു അക്യുമുലേഷൻ ഫേസ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്താൽ അത് കൂടുതൽ തവണയും ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്തതിന് ശേഷം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, അതായത് നമ്മളെ ഒന്ന് പറ്റിച്ചതിന് ശേഷം അവിടെയുള്ള ലിക്വിഡിറ്റീസ് എല്ലാം ഹണ്ട് ചെയ്തതിനു ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ മൂവ് ചെയ്യാനുള്ള ഫോർമാറ്റ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത്. ഇതിനെയാണ് നമ്മൾ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇതില്
ഈ ഡിസ്ട്രിബ്യൂഷന്റെ സമയത്ത് ചിലപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻട്രി നോക്കണം എന്നില്ല. ഓക്കെ, അതേസമയം ഒരു മാനിപ്പുലേഷന് ശേഷം വീണ്ടും മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫേസിലോട്ട്, അതായത് മാർക്കറ്റ് നല്ലൊരു മൂവ്മെന്റ് ഓപ്പോസിറ്റ് സൈഡ് തന്നു തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻട്രി ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ആ ഒരു എൻട്രി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടില്ല, പക്ഷെ ഇങ്ങനെ ഒരു കണ്ടീഷൻ മേക്ക് ചെയ്ത് കിട്ടിയാലും നമുക്ക് എൻട്രി ഫോക്കസ് ചെയ്യാം. ഇത് ഡെയിലി കിട്ടുന്ന ഒരു കാര്യമല്ല, ഇതൊരു ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മേജർലി വർഷത്തിൽ ഓരോ പെയറിലും പല സമയത്തും പല ടൈം ഫ്രെയിമിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങളാണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏതെങ്കിലും ഒരു ടൈം ഫ്രെയിമിൽ ഒരു അക്യുമുലേഷൻ ഫേസ് നിങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അക്യുമുലേഷന് ശേഷം മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്ന ഏരിയയിലോട്ട് എൻട്രി നോക്കാതെ ആ ബ്രേക്ക് ചെയ്യുന്ന ഏരിയക്ക് പകരം അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എൻട്രി ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, പക്ഷെ ഇത് ഇൻട്രാഡേ ഫോർമാറ്റിലോട്ട് വരുന്ന സമയത്ത് മേജർ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം, ഏഷ്യൻ സെക്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ കൂടുതൽ തവണയും അതൊരു അക്യുമുലേഷൻ ഫേസിലായിരിക്കും. ഓക്കെ, അതിനുശേഷം ലണ്ടൻ സെക്ഷനിൽ മാർക്കറ്റിൽ എന്ത് ചെയ്യും, ഒരു മാനിപ്പുലേഷൻ നടക്കുകയും ലണ്ടന് ശേഷം നിങ്ങൾക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ കാണാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ, ചിലപ്പോൾ അത് ന്യൂയോർക്ക് ആവാം, അല്ലെങ്കിൽ ന്യൂയോർക്കിന്റെ തൊട്ട് മുന്നേ ആവാം. മേജർ ആയിട്ട് ഇത് നമ്മൾ മാർക്കറ്റിൽ കണ്ടുവരുന്നുണ്ട്. ചില സമയത്ത് ചില മന്തൊക്കെ നല്ലപോലെ ഈ ഒരു കണ്ടീഷൻ ഫോം ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഈ ഒരു അടുത്ത സമയത്ത് പറയുകയാണെങ്കിൽ ജനുവരി മന്ത് നിങ്ങൾ നോക്കിയാൽ അത്യാവശ്യം നല്ലപോലെ ഈ ഒരു കണ്ടീഷൻ ഫോം ചെയ്ത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഒരു ഏഷ്യൻ സെക്ഷന്റെ സമയത്ത് അക്യുമുലേറ്റ് ചെയ്യുകയും ലണ്ടന്റെ സമയത്ത് അത് മാനിപ്പുലേറ്റ് ചെയ്യും, അതിനുശേഷം മാർക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒന്ന് നോക്കിയാൽ നമുക്ക് നോക്കാം, ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാം അങ്ങനെ ഒരു സിറ്റുവേഷൻ. ഇത് നമുക്ക് ഏകദേശം ആ ഒരു ഫോർമാറ്റിൽ പറയാം. ഇതുണ്ടല്ലോ, വലിയ മൂവ്മെന്റ് ഇല്ലാത്ത ഒരു ഏരിയ ആണ് ഏഷ്യൻ സെക്ഷൻ എന്ന് പറയുന്നത്. അത് മേജർ ടൈം എല്ലാം അങ്ങനെ തന്നെയാണ്. ഓക്കെ, ആ ഒരു അക്യുമുലേഷന് ശേഷം മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്തത്, ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ടിന് ശേഷം അത് കണ്ടിന്യൂ ചെയ്യുന്നതിന് പകരം നേരെ ഓപ്പോസിറ്റ് നല്ലൊരു മൂവ്മെന്റ് വന്നത്. ഇത് ഇത്രയും പറയാൻ പറ്റും. ഈ ഒരു ഏരിയ മാത്രമല്ല, ഇത്ര ഒരു ഏഷ്യൻ മാത്രമല്ല, ഇത്ര ഒരു വൈഡ് ഏരിയ നിങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വലിയൊരു മൂവ്മെന്റ് ഇല്ലാതെ ഇവിടം തൊട്ടേ മൂവ് ചെയ്തുന്ന ഏരിയ ആണ്. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ എന്താണ് ഒരു ഡൗൺ സൈഡ് തന്നു, അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു അപ് സൈഡ് മൂവ്മെന്റ് ഇവിടം വരെ ഇങ്ങനെ മൂവ് ചെയ്തു. അക്യുമുലേഷന് ശേഷം ഒരു മാനിപ്പുലേഷൻ നടന്നു, പിന്നീട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഒരു ബൈ സൈഡിലും ഇതേമാതിരി സംഭവിക്കില്ല സാറേ? ഓപ്പോസിറ്റ് കേട്ടില്ല. ഓപ്പോസിറ്റ് ഇതേമാതിരി സംഭവിക്കില്ലേ? ഇപ്പം സെൽ സൈഡിലേക്കില്ല എന്ന് പറഞ്ഞത്. ഇതിപ്പം ഈ ഒരു ഇവിടുത്തെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഇതെന്താണ്, മുകളിലോട്ടും ബ്രേക്ക് ചെയ്തു, താഴോട്ടും ബ്രേക്ക്, അതായത് മുകളിലുള്ള ലിക്വിഡിറ്റീസ് കണ്ട് ചെയ്തു, താഴെയുള്ള ലിക്വിഡിറ്റീസ് കണ്ട് ചെയ്തു, അതിനുശേഷമാണ് മാർക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഇത്രയും വലിയ ഡിസ്ട്രിബ്യൂഷൻ നടന്നത് ഇവിടെ ഉള്ള ഈ ഒരു കണ്ടീഷന് ശേഷം. ഇവിടെ രണ്ടിടത്ത് ലണ്ടന്റെ ആ സമയത്ത് മാനിപ്പുലേഷൻ രണ്ട് സൈഡിലും നടന്നിട്ടുണ്ട്, അതിനുശേഷമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഏതൊക്കെ ടൈം ഫ്രെയിമിൽ നോക്കണോ? ഏത് ടൈം ഫ്രെയിമിൽ നോക്കിയാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ചിലപ്പോൾ കാണാൻ പറ്റും. അതായത് ടൈം ഫ്രെയിമിനെ ബേസ് ചെയ്തല്ല ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മുടെ മേജർ എൻട്രി കൺസെപ്റ്റ് അല്ല, ഇത് മാർക്കറ്റിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പം ഇതൊരു അക്യുമുലേഷൻ ആണ്, അതിനുശേഷം ബ്രേക്ക് ചെയ്തത് മുകളിലോട്ടാണ്, ഇതാണ് നമ്മൾ മാനിപ്പുലേഷൻ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഡിസ്ട്രിബ്യൂഷൻ നടന്നത്. ഓക്കെ, അപ്പം റീറ്റെയിലേഴ്സ് ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഈ ഒരു അക്യുമുലേഷന് ശേഷം ബ്രേക്ക് ചെയ്യുന്ന ഏരിയയിലോട്ട് മാർക്കറ്റ് ഒരുപാട് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിനുശേഷം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഒരു CHF പെയറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നിങ്ങൾ നോക്കിയാലും ഈ ഒരു അക്യുമുലേഷൻ ഫേസ് നിങ്ങൾക്ക് പല സമയത്ത് കാണാൻ പറ്റും. ആ അക്യുമുലേഷന് ശേഷം മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏതൊരു ഹയർ ടൈം ഫ്രെയിമിലൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി.
നിങ്ങൾ ലൈവ് ട്രേഡ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ലൈവ് ട്രേഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു കണ്ടീഷൻസ് മേക്ക് ചെയ്ത് കിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ എൻട്രി ഫോർമാറ്റിന് പകരം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന റൂൾസിന് പകരം ചില സമയത്ത് മാർക്കറ്റ് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് മേക്ക് ചെയ്തിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സാറേ, നമ്മൾ ഈ ലൈവിന്റെ അവസാനം MD5ന്റെ അകത്ത് ഒരു ട്രേഡ് എടുക്കുന്ന കൂടി ഒരു പ്രാവശ്യം കാണിച്ചു തരാമോ? കാണിച്ചു തരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഞാൻ നോക്കിയിട്ടും എനിക്കത് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റിയില്ല. ഇല്ലല്ല, അത് നമ്മൾ പ്ലേസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ആണ് കാണിച്ചു തരാം. ഹയർ ടൈം ഫ്രെയിം ഇപ്പൊ ഒന്നും നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. ലൈവിൽ കയറുന്ന സമയത്ത് മാർക്കറ്റിന്റെ കണ്ടീഷൻസ് ചിലപ്പോൾ മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും പേഴ്സിലൊക്കെ നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പവർ ഓഫ് 3 എന്നാണ് പറയുന്നത്. ഭയങ്കര പവർഫുൾ തന്നെയാണ്. മാർക്കറ്റിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻസ് മേക്ക് ആവുന്ന സമയത്ത് ഈ ഡിസ്ട്രിബ്യൂഷൻ ഫേസ് സംഭവിക്കാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, അപ്പൊ ഒരു അക്യുമുലേഷൻ ഫേസ് ഉണ്ട്, അതിനുശേഷം ഒരു മാനിപ്പുലേഷൻ ഫേസ് കാണും, പിന്നീട് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫേസും കാണും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്മുടെ എൻട്രി ഫോർമാറ്റിനെ പറ്റി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ രണ്ട് ഫോർമാറ്റിലുള്ള സർ, ഈ മാനിപ്പുലേഷൻ ഫേസിൽ അവിടെ ഓർഡർ ഗ്രാബിംഗ് ആണോ അവിടെ സംഭവിക്കുന്നത്? കേട്ടില്ല. ഓർഡേഴ്സിനെ ഗ്രാബ് ചെയ്യുവാണ്, ഓർഡർ ഗ്രാബിംഗ് ആണോ മാനിപ്പുലേഷൻ ഫേസ് സംഭവിക്കുന്നത്? അതെ. ഓക്കെ, അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി ഞാൻ കുറച്ച് സമയത്തേക്ക് ഒരു ഇൻട്രാഡേ ഫോർമാറ്റിനും സ്വിംഗ് ട്രേഡിനെ പറ്റിയും രണ്ട് ഫോർമാറ്റിലും വിത്ത് റൂൾസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ എല്ലാവരുടെ കയ്യിലും ഒരു പെന്നും പേപ്പറും മസ്റ്റ് ആയിട്ട് വേണം. ഞാൻ പറയുന്ന റൂൾസ് കൃത്യമായിട്ട് നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഒരു ട്രേഡർ ബിൽഡ് ചെയ്തെടുക്കേണ്ട സിസ്റ്റം എന്ന് പറയുന്നത്. അത് ഇൻട്രാഡേയിൽ നോക്കേണ്ട സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട റൂൾസും സ്വിംഗ് ട്രേഡിംഗിൽ ഫോക്കസ് ചെയ്യേണ്ട റൂൾസും ഞാൻ രണ്ടും പറഞ്ഞുതരാം. മാർക്കറ്റിൽ കുറച്ച് എൻട്രീസ് അനലൈസ് ചെയ്ത് തരികയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊന്ന് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. സ്റ്റാർട്ട് ചെയ്യാമല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ ആണ് സാറേ, പറഞ്ഞോളൂ. ഓക്കെ, നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, എൻട്രി ഫോർമാറ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ്? ബൈ സൈഡ്, സെൽ സൈഡ്, MSS, BMS, OB, FEG. അപ്പം രണ്ട് ഫോർമാറ്റിൽ നമ്മൾ എൻട്രി ഫോക്കസ് ചെയ്യാൻ പറ്റും. രണ്ട് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുന്ന സിറ്റുവേഷൻ, അതായത് ഇപ്പം മാർക്കറ്റിൽ ഒരു അപ് ട്രെൻഡ് ആണ്, ഇങ്ങനെ ഒരു അപ് ട്രെൻഡിൽ മാർക്കറ്റ് മൂവ് ചെയ്യുകയാണ്. ഈ ഒരു അപ് ട്രെൻഡ് മൂവ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ഈ ഒരു അപ് ട്രെൻഡിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ട്രെൻഡിനനുസരിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? മുകളിലോട്ട് എൻട്രി നോക്കാം. ആണല്ലോ? ഇതാണ് കണ്ടിന്യൂഷൻ എൻട്രി എന്ന് പറയുന്നത്. അതേസമയം മാർക്കറ്റിൽ ട്രെൻഡ് റിവേഴ്സ് ആയി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഏറ്റവും ടോപ്പിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? റിവേഴ്സൽ എൻട്രി നോക്കാം. ഓക്കെ, ഇതാണ് രണ്ട് ഫോർമാറ്റിലുള്ള എൻട്രി. ഒന്ന്, മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂഷൻ എൻട്രി നോക്കാം. അതിനുശേഷം ഈ ട്രെൻഡ് അവസാനിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ടോപ്പിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവേഴ്സൽ എൻട്രി നോക്കാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ രണ്ട് ഫോർമാറ്റിലുള്ള എൻട്രിയാ. അപ്പം മാർക്കറ്റിൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മാർക്കറ്റിലെ റിയാക്ഷൻ പോയിന്റ്. ഓക്കെ, മാർക്കറ്റ് ഒരിക്കലും ഈ ഒരു സിംഗിൾ ലൈനായിട്ട് ഇങ്ങനല്ലല്ലോ മൂവ് ചെയ്യുന്നത്. അല്ലല്ലോ, ഒരു അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യും? അവിടെയും ചെറിയ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഇതൊരു ആക്ഷൻ. ഇതാ ഈ ഒരു ഡൗൺ സൈഡ് വന്നതും ഒരു ആക്ഷൻ. ഇവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത്, ഈ ഒരു ഡൗൺ സൈഡ് വന്നതാണ് ആക്ഷൻ. ഓക്കെ, ഇതിൽ നിന്ന് വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നു, ഇവിടെ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നു, ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലും റിയാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പം എവിടെ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്യും എന്നുള്ളതാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം റിയാക്ഷൻ പോയിന്റുകൾ നമ്മൾ മുൻകൂട്ടി പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ റിയാക്ഷൻ പോയിന്റുകൾ? ഒന്ന് ബൈ സൈഡ് ലിക്വിഡിറ്റി, രണ്ട് സെൽ സൈഡ് ലിക്വിഡിറ്റി, അടുത്തത് OB, FEG. ഇത് ഇത്രയാണ് മാർക്കറ്റിലെ മേജർ റിയാക്ഷൻ പോയിന്റുകൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എൻട്രീസ് നോക്കുന്നത് എവിടെ നിന്നാണ്? ഈ പോയിന്റുകളിൽ നിന്നുള്ള റിയാക്ഷൻ നടക്കുമ്പോഴാണ് എൻട്രീസ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം ഞാൻ ഇൻട്രാഡേ ഫോർമാറ്റ് പറഞ്ഞുതരാം. ഇൻട്രാഡേ ഫോർമാറ്റിൽ നമ്മൾ ആദ്യം റിയാക്ഷൻ നോക്കുന്നത് 15 മിനിറ്റ് 30 മിനിറ്റ് ഈ രണ്ട് ടൈം ഫ്രെയിമുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. ഏതൊക്കെയാണ്? 15 മിനിറ്റ് 30 മിനിറ്റ്. ഓക്കെ, ഈ രണ്ട് ടൈം ഫ്രെയിമുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എൻട്രി ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് സെക്ഷൻസ്. ഓക്കെ, മേജർ ആയിട്ട് നമ്മൾ നോക്കുന്നത് സെക്ഷന്റെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുന്ന എൻട്രീസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 15 മിനിറ്റിലോ 30 മിനിറ്റിലോ, മേജർ ആയിട്ട് 15 മിനിറ്റ്,
ആ ഒരു ടൈം ഫ്രെയിമിൽ മാർക്കറ്റിൽ എന്ത് ചെയ്യണം, ഓരോ സെക്ഷന്റെ ഹൈയും ലോയും മാർക്കറ്റിൽ എന്താണ് റിയാക്ഷൻ പോയിന്റ് ആണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എന്താണ്, ഈ പറഞ്ഞ സെക്ഷൻസിന്റെ ഹൈയും ലോയും ആണ്. അതായത് ഇത് ഏഷ്യൻ സെക്ഷന്റെ ഹൈ ആണ്, ഏഷ്യൻ സെക്ഷന്റെ ലോ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഒരു 15 മിനിറ്റോ 30 മിനിറ്റ് ടൈം ഫ്രെയിമിൽ 15 മിനിറ്റ് മേജർ ആയിട്ട് എടുക്കുക. ഏഷ്യൻ സെക്ഷന്റെ ഹൈയും ലോയും നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഇത് മാർക്ക് ചെയ്തതിനു ശേഷം ഏഷ്യന് ശേഷം അടുത്ത സെക്ഷൻ ഏതാണ്, ലണ്ടൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് സെക്ഷൻസിന്റെ ഹൈയും ലോയും അത് തൊട്ട് മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ട് സെക്ഷൻ ആവാം, അല്ലെങ്കിൽ അതിന്റെ തൊട്ട് തലേന്നത്തെ ദിവസം, അല്ലെങ്കിൽ അതിന്റെ തൊട്ട് തലേന്നത്തെ ദിവസത്തെ ആവാം അല്ലേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഏറ്റവും അടുത്തുള്ളതിനെ വെച്ച് നമുക്ക് പറയാം, ഈ സെക്ഷന് ശേഷം അടുത്ത് ഓപ്പൺ ചെയ്യുന്ന ലണ്ടൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു പോയിന്റിലാണ് ലണ്ടൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ലണ്ടൻ മാർക്കറ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഈ സെക്ഷന്റെ ഹൈ ഇതാണ്, ലോ ഇതാണ്. മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് വരിക, മാർക്കറ്റ് മുകളിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്തു. ഏഷ്യൻ സെക്ഷന്റെ ഹൈ, ഹലോ, ഓക്കെ, ഏഷ്യൻ സെക്ഷന്റെ ഹൈ മാർക്കറ്റ് എന്ത് ചെയ്തു, ആദ്യം ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു. ഓക്കെ, ഈ ഗ്രാബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റിൽ എന്താ നോക്കണ്ടേ, മാർക്കറ്റിൽ ഈ ഗ്രാബ് ചെയ്തതിന്റെ ഈ ലിക്വിഡിറ്റി എടുത്തതിന്റെ റിയാക്ഷൻ മാർക്കറ്റിൽ കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കണ്ടേ അല്ലേ. ഇവിടുന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത് വന്നു, സെക്ഷന്റെ ഹൈയും ലോയും ലിക്വിഡിറ്റി ഏരിയാസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഈ റിയാക്ഷൻ മാർക്കറ്റിൽ കിട്ടുമോ, ആ ലിക്വിഡിറ്റി എടുത്തതിന്റെ റിയാക്ഷൻ മാർക്കറ്റിൽ കിട്ടുമോ നമ്മൾ കണ്ടുപിടിക്കണം. ഇതൊന്ന് മുകളിലോട്ടാണ് മൂവ് ചെയ്തെങ്കിൽ ഇവിടെ നിന്ന് റിയാക്ഷൻ കിട്ടുമോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കണ്ടേ, മാർക്കറ്റിൽ റിയാക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, MSSഉം BMSഉം സംഭവിക്കുമ്പോൾ അല്ലേ മാർക്കറ്റിൽ റിയാക്ട് ചെയ്തു എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ആ ഒരു കണ്ടീഷൻ മാർക്കറ്റിൽ ഇവിടെ കിട്ടുന്നോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ഒരു MSSഉം കിട്ടണം, BMSഉം കിട്ടണം. അത് ഏത് ടൈം ഫ്രെയിമിലാണ് കിട്ടേണ്ടതെന്ന് അറിയോ, 15 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് നമ്മൾ ലിക്വിഡിറ്റി ഏരിയ നോക്കി. ഓക്കെ, അതിനുശേഷം റിയാക്ഷൻ കിട്ടേണ്ടത് 5, 3, 1 ഏതൊക്കെയാ, 5, 3, 1 മേജർ ആയിട്ട് 3ഉം 1ഉം. ഈ രണ്ട് ടൈം ഫ്രെയിമുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ എന്ത് നോക്കണം, MSSO അല്ലെങ്കിൽ BMSO കിട്ടുന്നത് നോക്കണം. ഓക്കെ, അതില് MSSഉം BMSഉം കിട്ടുന്ന സമയത്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. മാർക്കറ്റിൽ ഇങ്ങനെ ഒരു MSS കിട്ടി. ഓക്കെ, ഈ MSS കിട്ടിയ ഏരിയ ഈ ബ്രേക്ക് ചെയ്ത ഏരിയ, ആ ബ്രേക്ക് ചെയ്ത ഏരിയ ഒരു FEG ക്യാൻഡിൽ വെച്ചിട്ടായിരിക്കണം ബ്രേക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ആ MSS കിട്ടിയത് ഒരു FEG ക്യാൻഡിൽ വെച്ചിട്ടായിരിക്കണം ബ്രേക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു FEG ക്യാൻഡിൽ വെച്ച് ബ്രേക്ക് ചെയ്താൽ ഉറപ്പായിട്ടും അതിന്റെ തൊട്ട് മുകളിൽ ഒരു 90% ഇവിടെ ഒരു OB ഫോർമാറ്റ് കാണും. ഓക്കെ, FEG ക്യാൻഡിൽ വെച്ച് ഇവിടെ ബ്രേക്ക് ചെയ്താൽ അതിന്റെ തൊട്ട് മുകളിൽ ഒരു OB ഫോർമാറ്റ് കാണാൻ 90% ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു കണ്ടീഷനിലാണ് MSSO അല്ലെങ്കിൽ BMSO കിട്ടേണ്ടത്. ഇതിനെ നമ്മൾ പറയുന്നതാണ് ഒരു വിക്ക് വെച്ചല്ല ബ്രേക്ക് ചെയ്യണ്ടേ. ഓക്കെ, അല്ലെങ്കിൽ ഇവിടുന്ന് 2, 3, 4, 5, 6 ക്യാൻഡിൽസ് വന്നിട്ടല്ല ബ്രേക്ക് ചെയ്യണ്ടേ. ഇതേപോലെ ഇങ്ങനെ ഒരു ഫോർമാറ്റ് ഒരു OB ഒരു FEG വെച്ച് ബ്രേക്ക് ചെയ്യുന്നോ ഇല്ലയോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അങ്ങനെ ബ്രേക്ക് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നതാണ് സിംഗിൾ ക്യാൻഡിൽ ബ്രേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സിംഗിൾ ക്യാൻഡിൽ ബ്രേക്ക്, സിംഗിൾ ക്യാൻഡിൽ ബ്രേക്ക് FEG എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് നല്ലൊരു ഫുൾ ബോഡി ക്യാൻഡിൽ വെച്ച് എന്ത് ചെയ്യും, ഇതേപോലെ ഒരു ബോഡി ക്യാൻഡിൽ വെച്ച് മാർക്കറ്റ് എന്ത് ചെയ്യും, ഒരു MSSO അല്ലെങ്കിൽ BMSO ക്രിയേറ്റ് ചെയ്യും. ഇതാണ് സിംഗിൾ ക്യാൻഡിൽ ബ്രേക്ക് വിത്ത് FEG എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ സിറ്റുവേഷൻ ക്രിയേറ്റ് ആയെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവിടെ എൻട്രി എടുക്കാൻ പറ്റൂ. നിങ്ങൾക്ക് ഞാൻ മാർക്കറ്റ് കാണിച്ചു തരാം. അങ്ങനെ ക്രിയേറ്റ് ആയാൽ ഈ FEGയിൽ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്യും. ഓക്കെ, ഇവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, എൻട്രി പ്ലേസ് ചെയ്യും. സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ ഏരിയ, ടാർഗറ്റ് 1:2 എന്നുള്ള രീതിക്ക് നമ്മൾ എൻട്രി ഫോക്കസ് ചെയ്യും. ഓക്കെ, ഇവിടെ എന്തൊക്കെയാ ഞാൻ പറഞ്ഞേ, ആദ്യം 15 മിനിറ്റിലോ 30 മിനിറ്റിലോ മാർക്കറ്റിലെ ലിക്വിഡിറ്റീസ് കണ്ടുപിടിക്കണം. അത് ചെറിയ ടൈം ഫ്രെയിം ആയതുകൊണ്ട് തന്നെ ബൈ സൈഡ് സെൽ സൈഡ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്, എന്തിന്റെ സെക്ഷൻസിന്റെ ഹൈയും ലോയും. ഓക്കെ, അവിടെ നിന്ന് മാർക്കറ്റ് തൊട്ടടുത്ത സെക്ഷനിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്യുമ്പോൾ, ഇവിടെ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ ടൈം ഫ്രെയിം ആയിട്ടുള്ള 5, 3, 1 ഇതിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അവിടെ ഒരു MSSO അല്ലെങ്കിൽ BMSO കിട്ടണം. ആ BMS കിട്ടുന്ന അല്ലെങ്കിൽ MSS കിട്ടുന്ന ഏരിയയിൽ എന്ത് വേണം, നല്ലൊരു FEG ക്യാൻഡിൽ വെച്ചിട്ടാണ് ബ്രേക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അത് വാലിഡ് അല്ല. ഓക്കെ, അപ്പം അത് ആദ്യം MSS കിട്ടിയ ഏരിയയിൽ നമുക്ക് ക്രിയേറ്റ് ആയി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, BMSന് വേണ്ടി വെയിറ്റ് ചെയ്യണം. MSSൽ നമ്മൾ പറഞ്ഞ സിംഗിൾ ക്യാൻഡിൽ ബ്രേക്ക് ഉള്ള ഒരു FEG വെച്ച് ക്രിയേറ്റ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ, അത് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം,
അവിടെ എൻട്രി ഇല്ല. BMS അത് കിട്ടുമോ നോക്കണം. അത് 1 മിനിറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 3 മിനിറ്റ് നോക്കണം. 3 മിനിറ്റ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? 5 മിനിറ്റിൽ നമ്മൾ നോക്കണം. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ഫോർമാറ്റ്. സെക്ഷൻസിന്റെ ഹൈ ഗ്രാബ് ചെയ്തതിന് ശേഷം റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു ഫോർമാറ്റ്. ഓക്കെ, ഇത് ഞാൻ മാർക്കറ്റ് കാണിച്ചു തരാം. അതേപോലെ തന്നെ രണ്ടാമത് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്, സാറേ അതിന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ. ആ ഇതിന്റെ അകത്ത് OB എന്ന് പറയുന്നത് ഓർഡർ ബ്ലോക്ക്, FPG എന്ന് പറഞ്ഞ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഈ MSS BSS ഫുൾ ഫോം എന്ന് പറഞ്ഞല്ലോ സാർ? മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, മാർക്കറ്റ് റിവേഴ്സൽ ആകുന്ന നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് മാർക്കറ്റ് റിവേഴ്സ് ആകുമ്പോൾ എൻട്രി നോക്കാൻ പറ്റുന്നത്. ചിലപ്പോൾ മാർക്കറ്റ് റിവേഴ്സ് ആകണം എന്നില്ല അല്ലെ. മാർക്കറ്റ് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു റിയാക്ഷൻ നിന്നിട്ട് ഈ പോയ അതേ ഏരിയയിലോട്ട് തന്നെ മാർക്കറ്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനും സാധ്യതയുണ്ട് അല്ലെ. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എൻട്രി നോക്കാൻ പറ്റും? അതായത് മാർക്കറ്റ് ഇപ്പം ഇവിടെ നിന്ന് ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ട് മാർക്കറ്റ് വലിയ രീതിയിൽ ഡൗൺ വന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എൻട്രി കണ്ടിന്യൂ ചെയ്യാനും പറ്റും അല്ലെ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മാർക്കറ്റ് നോക്കാൻ പറ്റുന്നത്, ഇങ്ങനെ ഒരു ലിക്വിഡിറ്റി എങ്ങനെ ഗ്രാബ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ടൈം ഫ്രെയിമിൽ തന്നെ, ഓക്കെ, അല്ലെങ്കിൽ ഒരു 45 വരെ മാക്സിമം 15, 30, 45 എന്ത് ചെയ്യും? ഈ ഒരു ഏരിയാസിൽ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്ത ഏരിയാസിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം? ഒരു FEG ഫോർമേഷൻ കാണും. ഓക്കെ, OB അല്ല, ഒരു FEG ഫോർമേഷൻ കാണും. OBക്കകത്ത് നോക്കാം, പക്ഷെ നിങ്ങളത് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയിട്ട് മതി, ഇപ്പൊ നോക്കണ്ട. അപ്പം ഈ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം അല്ലെങ്കിൽ ലിക്വിഡിറ്റിക്ക് മുന്നെയോ മാർക്കറ്റിൽ ഇവിടെ ഒരു FEG ഫോർമേഷൻ ഉണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ എന്ത് ചെയ്യും? മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് മൂവ് ചെയ്തതിന് ശേഷം ആ FEGയിൽ വന്ന് ടാപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്താൽ മാർക്കറ്റ് എന്ത് ചെയ്യും? ഈ FEGയിൽ നിന്ന് വീണ്ടും റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 15-ൽ നിന്ന് നേരെ 1, 3, 5 അതിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് MSS BMS മാർക്കറ്റിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അവിടെ നമ്മൾ പറഞ്ഞ സെയിം റൂള്, എന്ത്? ഒരു FEG ഉള്ള ക്യാൻഡിൽ വെച്ച് ബ്രേക്ക് ചെയ്യണം. റൂളിനകത്ത് വ്യത്യാസമൊന്നുമില്ല. രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ മതി. ഒന്ന്, ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്തിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, അതല്ലെന്നുണ്ടെങ്കിൽ പോകുന്ന അതേ ട്രെൻഡിൽ തന്നെ ഒരു FEG വന്ന് ടച്ച് ചെയ്തിട്ട് വീണ്ടും മുകളിലോട്ട് പോകുമ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ ഈ പറഞ്ഞ റൂള്, ഒരു FEG ഫോർമേഷൻ വേണം. അതെങ്ങനെയാണ്? സിംഗിൾ ക്യാൻഡിൽ ബോഡിയുള്ള ഒരു FEG. ഓക്കെ, ഇങ്ങനെ നല്ലൊരു ബോഡിയുള്ള FEG ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു ബോഡി വെച്ചിട്ടായിരിക്കണം ആ MSS BMS മാർക്കറ്റ് ബ്രേക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ഇൻട്രാഡേ ഫോർമാറ്റ് നമുക്ക് നോക്കാൻ പറ്റുന്ന എൻട്രി ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇത് ഞാൻ മാർക്കറ്റ് അനലൈസ് ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഒരു 2 എൻട്രി അടുത്ത സമയത്ത് കിട്ടിയത്, രണ്ടിനെ ബേസ് ചെയ്ത് ഓരോ എൻട്രീസ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, പെട്ടെന്ന് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് റെക്കോർഡ് ആണെന്നുണ്ടെങ്കിലും അല്ലാതാണെന്നുണ്ടെങ്കിലും നിങ്ങൾ സെൽഫായിട്ട് റെക്കോർഡ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ഈ ക്ലാസ്സസ് 1, 2 തവണ മാക്സിമം കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഈ അടുത്ത് നമുക്ക് നാസ് 100-ലാണ്. ലിക്വിഡിറ്റി ഗ്രാബ്, ഓക്കെ, നമുക്ക് ഇവിടെ ഒരു എൻട്രി ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു FEG-ന്നും OB-ന്നും കൂടെ മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ട് ഈ മൂവ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിന്റെ ബേസിൽ നോക്കാം. എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ഇവിടെ വലിയ മൂവ്മെന്റ് തന്നിട്ടില്ല, ആ സെക്ഷന്റെ സമയത്ത് തന്നിട്ടില്ല. ഇവിടെ ഒരു FEG പ്ലസ് OB ഉണ്ട്. മാർക്കറ്റ്
ഈ ഏഷ്യൻ സെക്ഷന്റെ സമയത്ത് ഇങ്ങനെ വന്നു, ഇവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് മുകളിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഈ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടം വരെ ഈ മൂവ് ചെയ്യുന്ന തുടക്കുന്ന സമയത്ത് നമ്മൾ എൻട്രി നോക്കത്തില്ല. അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ എൻട്രി നോക്കുന്നത്. അവിടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് എൻട്രി ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് സിംഗിൾ ക്യാൻഡിൽ ഇട്ടിട്ടില്ല, 5 മിനിറ്റ് നോക്കാം. ഇവിടെയും കിട്ടിയിട്ടില്ല. നോക്കട്ടെ, മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, അതെന്തിട്ട് പറയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ കണ്ടിന്യൂഷൻ എൻട്രി ആണ് ഇപ്പം പറയുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത് മ്യൂട്ട് ചെയ്യണേ, സംസാരിച്ചതിന് ശേഷം നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ 30 മിനിറ്റിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഇപ്പം ഏഷ്യൻ സെക്ഷനകത്ത് മാർക്കറ്റ് ഇവിടെ ഒരു FEG ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലണ്ടൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് മാർക്കറ്റ് വലിയ മൂവ്മെന്റ് ഒന്നും തന്നില്ല. ഓക്കെ, ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഒരു OB പ്ലസ് FEG ചെറിയൊരു റിയാക്ഷൻ തന്നിട്ട് മാർക്കറ്റ് ഡൗൺ ആയി വന്നത്. പക്ഷെ നമുക്ക് ഇവിടെ എൻട്രി നോക്കാന്ന് പറഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് തന്നെ സെക്ഷൻ തീർന്നു പോയി. ഓക്കെ, സെക്ഷന്റെ സമയത്ത് ഉള്ളിൽ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കത്തുള്ളൂ. ഈ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങൾ റിയാക്ഷൻ നമുക്ക് പുറത്തുനിന്ന് വേണേൽ നടക്കാം, പക്ഷെ ട്രേഡ് എടുക്കുന്നത് ഈ സെക്ഷന്റെ അകത്ത് മാത്രമായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു 30 മിനിറ്റിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു FEG ഉണ്ട്. മാർക്കറ്റ് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് റിയാക്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, ആ ഒരു റിയാക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഓൺ ദ സ്പോട്ടിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്, അവിടെ സെക്ഷന്റെ സമയത്തല്ല. നമ്മൾ ഇൻട്രാഡേ നോക്കുന്ന സമയത്ത് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് മാത്രമേ എൻട്രി നോക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ഇനി എന്താ നമുക്ക് വേണ്ടുന്നത്, ഈ മുകളിലോട്ടുള്ള മൂവ്മെന്റിൽ നമ്മൾ പറഞ്ഞ റൂള് അപ്ലൈ ചെയ്തിട്ടുണ്ടോ നമ്മൾ നോക്കണം. അപ്പൊ എന്ത് ചെയ്യണം, 531 ഈ ചെറിയ ടൈം ഫ്രെയിമുകളിലോട്ട് മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്ത് അവിടെ നമുക്ക് എന്ത് കിട്ടണം, ഒരു ചെറിയ MSS അല്ലെങ്കിൽ BMSകൾ കിട്ടിക്കൊണ്ടിരിക്കണം. ആ കിട്ടുന്ന BMSകളുടെ വാല്യൂ എങ്ങനെ നമ്മൾ നോക്കേണ്ടത്, അതൊരു സിംഗിൾ ക്യാൻഡിൽ ബ്രേക്ക് വിത്ത് FEG ഫോം ചെയ്തുകൊണ്ടായിരിക്കണം ഫോം ചെയ്യേണ്ടത്. അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, മാർക്കറ്റ് ഇവിടെ നിന്നാണ് റിയാക്ട് ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, ഇവിടെ നിന്ന് ഈ മുകളിലോട്ട് പോകുന്ന സ്ട്രക്ചറുകൾ മാർക്കറ്റ് എങ്ങനെ ഫോം ചെയ്തിട്ടുള്ളത്,
ഇതാണ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് ആണല്ലോ. ഇവിടെ നിങ്ങൾക്ക് ഈ ഫോം ചെയ്ത BMS ഇവിടെ ഈ ഫോം ചെയ്ത BMS നിങ്ങൾക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? നമ്മൾ ഈ പറഞ്ഞ റൂളുകൾ കുറച്ച് ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് ഈ ക്രിയേറ്റ് ചെയ്ത BMS ഓക്കെ, ഇതൊരു ഇന്റേണൽ സ്ട്രക്ചർ ആണ്. ഞാൻ അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇന്റേണൽ സ്ട്രക്ചർ ആയിട്ട് നടക്കുന്ന MSSO BMSO നമ്മൾ കൺസിഡർ ചെയ്യും. പക്ഷെ അവിടെ എന്ത് വേണം? അവിടെ ഒരു റൂള് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരുമെന്ന് പറഞ്ഞാൽ ആ റൂളാണിത്. ഇന്റേണൽ സ്ട്രക്ചറിനകത്ത് ഒരു BMS കടന്നാലും അവിടെ എന്ത് കിട്ടണം? ഒരു കറക്റ്റ് സ്ട്രക്ചർ ഫോർമാറ്റ്, അതായത് ഒരു സിംഗിൾ ക്യാൻഡിൽ ബ്രേക്ക് ഉള്ള ഒരു FEG വെച്ചൊക്കെ ആ BMS ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ അത് നമുക്ക് കൺസിഡർ ചെയ്യാം. ആ പറഞ്ഞ ഫോർമാറ്റ് ആണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. ഇവിടെ എങ്ങനെയാ? ഈ ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ കണ്ടില്ലേ? ഈ ഒരു ബ്രേക്ക് ചെയ്ത ക്യാൻഡിലിനകത്ത് ഒരു FEG ഉണ്ട്. ആ FEG ആണ് ഞാൻ നിങ്ങൾക്ക് കണ്ടേ ഈ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആ FEG ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ FEGയുടെ പ്രത്യേകത എന്താ? ആ ക്രിയേറ്റ് ചെയ്ത MSS ഒരു സിംഗിൾ ക്യാൻഡിൽ ബോഡി ഉള്ള ക്യാൻഡിൽ വെച്ചാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതെന്താണ്? ഒരു OB ആണ്. ഓക്കെ, അപ്പം ഒരു OBയും FEGയും മാർക്കറ്റ് വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്തു? ആ ബ്രേക്ക് ചെയ്ത MSS ഒരു ബോഡി ഉള്ള ക്യാൻഡിൽ വെച്ച് സിംഗിൾ ക്യാൻഡിൽ വെച്ചിട്ടാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം അവിടെ ഫോം ചെയ്തിട്ടുള്ള FEGയിൽ നമുക്ക് എന്ത് ചെയ്യാന്നാ പറഞ്ഞിട്ടുള്ളത്? ഒരു എൻട്രി പുഷ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബൈ എൻട്രി എടുക്കാൻ പറ്റും. കറക്റ്റ് ആ FEG എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ ഒരു ബൈ എൻട്രി എടുക്കാൻ പറ്റും. സ്റ്റോപ്പ് ലോസ് റീസെന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ, സിംഗ് ലോ എന്ന് പറയും. ഓക്കെ, അതായത് ഈ സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുള്ള ഏരിയ മാർക്കറ്റ് ഇങ്ങനല്ലേ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ സ്ട്രക്ചറിന്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റും. ടാർഗറ്റ് 1:2. 1:2 മനസ്സിലാവാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം, ലാസ്റ്റ് പോകുന്ന സമയത്ത് പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? കുഴപ്പമില്ലല്ലോ. പറഞ്ഞോ. അല്ല, നമ്മളിപ്പോൾ അവിടെ നിന്ന് ഒരു BMS കിട്ടി, ഒരു MSS കിട്ടി ഓൾറെഡി, പിന്നെ ഒരു BMS കിട്ടി. അതായത് നമ്മൾ FEG അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് എൻട്രി എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ 1:2 എന്ന ക്രൈറ്റീരിയക്ക് പകരം നെക്സ്റ്റ് ഇന്റേണൽ ലിക്വിഡിറ്റി ഏരിയ വരെ ടാർഗറ്റ് ചെയ്യുന്നതിന് പ്രശ്നമുണ്ടോ? ഇല്ല, ഒരു പ്രശ്നമില്ല. അടുത്ത ഇന്റേണൽ ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുമ്പോൾ ഇത് വരും. ഓക്കെ, ഇവിടം വരെ ടാർഗറ്റ് വെക്കാം. പക്ഷെ സ്കാൽപ്പിംഗ് മീൻസ് നമ്മൾ ഈ ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് ഇത്രയൊക്കെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിന്റെ ഇടയ്ക്കൊക്കെ ഉള്ള ഓരോ FEGയിലും OBയിലും ഒക്കെ മാർക്കറ്റ് റിയാക്ട് ചെയ്യും. ഓക്കെ, ചിലപ്പോൾ ആ ഒരു റിയാക്ഷൻസ് ഒക്കെ ചെറിയ ടൈം ഫ്രെയിം, ഇത് 3 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ ചെറിയ ടൈം ഫ്രെയിം അല്ലേ 1 ഉം 3 ഒക്കെ. അപ്പൊ അതൊക്കെ ചിലപ്പോൾ നമ്മളെ ഡയറക്റ്റ് ഒരു 1:2 പോയിട്ട് വീണ്ടും എൻട്രി നമ്മൾ എടുത്ത ഏരിയയിലോട്ടൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അല്ല, നമുക്ക് സാർ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? ആ, അപ്പൊ നമുക്ക് അങ്ങനെ ഒരു എൻട്രി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതായത് എൻട്രി അവിടെ നിന്ന് കഴിച്ചിട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ വെക്കാമല്ലോ. വെക്കാം. അതൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. വെക്കാം. ബ്രോയ്ക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇപ്പൊ അത് പറയുന്നത് ക്ലിയർ ആവും. പക്ഷെ ബിഗിനേഴ്സിന് അത്ര ക്ലിയർ ആവണമെന്നില്ല. അങ്ങനെ വെക്കാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ സ്ട്രാറ്റജി ആണ്, അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. ഏറ്റവും മിനിമം 1:2. 1:1 ക്ലോസ് ചെയ്യാൻ വേണ്ടി തയ്യാറാവണ്ട, 1:2 ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ നടന്ന ഈ ഒരു റൂളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാവേണ്ടത്. എന്തുകൊണ്ട് ഞാനിപ്പം ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പൊ ഒരു ഓക്കെ, ഈ നടന്ന എന്താണ്? മാർക്കറ്റ് ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് ഫോം ചെയ്തു പോയ ഏരിയ തന്നെയാണ്. ഓക്കെ, ഇവിടെ എല്ലാം BMS അല്ലെങ്കിൽ ഈ പറഞ്ഞ MSS BMS ഒക്കെ ഫോം ചെയ്ത് പോയേക്കുന്നത്. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ സിംഗിൾ ക്യാൻഡിൽ ബ്രേക്ക് ഒന്നും അല്ലല്ലോ കിട്ടിയിട്ടുള്ളത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുമല്ല ഇവിടെ എന്താണ്? നമ്മൾ എൻട്രി എടുക്കത്തില്ല. എന്തുകൊണ്ട് എൻട്രി എടുക്കത്തില്ല? ഇത് സെക്ഷന്റെ സമയമല്ല. ചെറിയ ടൈം ഫ്രെയിം അല്ലെങ്കിൽ സ്കാൽപ്പിംഗ് എൻട്രീസ് നോക്കുന്ന സമയത്ത് മാക്സിമം നമ്മൾ സെക്ഷന്റെ സമയത്ത് തന്നെ എൻട്രി എടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, ഇവിടെ എത്തിയ സമയത്താണ് മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞ ഫോർമാറ്റിൽ ഒരു MSSO BMSO നമുക്ക് കിട്ടിയത്. അതാണ് ഞാൻ വീണ്ടും സൂം ചെയ്ത് കാണിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്കറ്റ് വന്നു, മുകളിലോട്ട് കയറി OB പ്ലസ് FEG ബ്രേക്ക് ചെയ്ത ക്യാൻഡിലിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു FEG ഉണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ സിംഗിൾ ക്യാൻഡിൽ ബ്രേക്ക് എന്ന് പറയുന്നത്. ആ FEGയിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. ഓക്കെ, ഒരു എൻട്രി കൂടി നമുക്ക് ഈ വീക്ക് ഉണ്ടായിരുന്നു.
സാർ MSS വെച്ച് ബ്രേക്ക് ചെയ്ത് സെയിം ക്യാൻഡലില് FEG OB-യും കിട്ടണം. കേട്ടില്ല. MSS വെച്ച് FEG OB-യും കിട്ടണമെന്നില്ല. പക്ഷെ FEG ഫോം ചെയ്താൽ 90% ചാൻസ് അവിടെ OB ഉണ്ടായിരിക്കും. ഓക്കെ, അതാ ഇവിടെ നിന്ന് ഇത് നമുക്ക് നോക്കാൻ പറ്റും. നമ്മൾ ലിക്വിഡിറ്റി പഠിച്ചതിനകത്ത് നമ്മൾ പഠിച്ചല്ലേ സ്ട്രക്ചറൽ ലിക്വിഡിറ്റി അല്ലെങ്കിൽ സെക്ഷൻസിന്റെ ഹൈ ലോ നമ്മൾ പഠിച്ചില്ലേ. ഇപ്പൊ ഇവിടെ നിന്ന് ഇവിടം വരെ വന്ന ഈ സെക്ഷൻ തീർന്ന് ഇവിടെ ആണെന്നുണ്ടെങ്കിലും സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ആണ്. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ച ആൾക്കാർക്ക് മനസ്സിലായി കാണും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഏഷ്യൻ സെക്ഷന്റെ ഹൈ ഇതാണ്, ലോ ഇതാണ്. ലണ്ടനും അങ്ങനെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ സംബന്ധിച്ച് നമുക്ക് ലണ്ടൻ ഒരു ഹൈ ലോയും എടുക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അങ്ങനെ എടുത്താൽ അത് വലിയൊരു മണ്ടത്തരമാണ്. കാരണം എന്താണ്, മാർക്കറ്റ് നല്ലൊരു സ്ട്രക്ചർ ഇവിടെ ബിൽഡ് ചെയ്തിട്ടില്ല. നമ്മൾ സ്ട്രക്ചറിനെയാണ് ബ്രേക്ക് ചെയ്തിട്ട് സിമ്പിൾ ആക്കിയിട്ട് ഏഷ്യൻ സെക്ഷൻ അല്ലെങ്കിൽ ലണ്ടൻ സെക്ഷന്റെ ഹൈ ലോ എന്നൊക്കെ പറയുന്നത്. ഇവിടെ എല്ലാം നമ്മൾ ലിക്വിഡിറ്റി എവിടൊക്കെ എടുക്കുന്നത്? ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാം അല്ലേ, അതെടുക്കാൻ പറ്റും. പിന്നീട് ഈ ഒരു ലോ എടുക്കാൻ പറ്റും. ഓക്കെ, പിന്നീടുള്ള ഇതിനടുത്തുള്ള അടുത്ത ഹൈ ലോ ഏതാണ്? ഇതാ ഇതും അതോടൊപ്പം തന്നെ ഇതുമാണ്. ഇതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്തിട്ടില്ല, മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടേ ഇല്ല ആണല്ലോ. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്കിപ്പം നോക്കാൻ പറ്റുന്ന ഈ അടുത്തുള്ളത് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഹൈ മാർക്കറ്റ് സെക്ഷന്റെ സമയം ന്യൂയോർക്കിന്റെ സമയത്ത് മാർക്കറ്റ് ഗ്രാബ് ചെയ്തു. ഓക്കെ, ഇത് ഗ്രാബ് ചെയ്താൽ വേണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അടുത്ത ലിക്വിഡിറ്റിയിലോട്ട് പോവാം, വേണേൽ മുകളിലോട്ട് തന്നെ മൂവ് ചെയ്യാം. അടുത്ത ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ വരും അല്ലെങ്കിൽ ഈ ഒരു ഏരിയ വരും ആണല്ലോ. അപ്പം ഒന്നെങ്കിൽ ഇങ്ങോട്ട് പോവാം അല്ലെങ്കിൽ ഇങ്ങോട്ട് പോവാം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ ലിക്വിഡിറ്റി എടുത്തിട്ട് റിയാക്ട് ചെയ്യാം. റിയാക്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, റിയാക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ചെറിയ ടൈം ഫ്രെയിമിലോട്ട് സ്വിച്ച് ചെയ്യും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് ചെറിയ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 5 ഉണ്ട്, 3 ഉണ്ട്, 1 ഉണ്ട്. ഓരോ ടൈം ഫ്രെയിമിലോട്ട് സ്വിച്ച് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ റൂൾ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, നമുക്ക് ആദ്യം 1 മിനിറ്റ് നോക്കാം. നമ്മൾ പറഞ്ഞ റൂൾ അവിടെ ആപ്ലിക്കബിൾ ആവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് 1 മിനിറ്റ് നോക്കാം. ഇവിടാണ് MSS കിട്ടിയത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, നല്ലൊരു FEG OB ഒന്നും ഇവിടെ ഫോം ചെയ്തിട്ടില്ല അല്ലേ. ഒരു FEGs മാർക്കറ്റിൽ ഇവിടെ ഫോം ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, 1 മിനിറ്റ് നോക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 3 മിനിറ്റിലോട്ട് മാറ്റണം. 3 മിനിറ്റിലോട്ട് നമ്മൾ മാറ്റി. മിനിറ്റ് ഫസ്റ്റ് സംഭവിച്ചത് ഇവിടാണ്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ഒരു FEG ഇല്ല, ഒരു സിംഗിൾ ക്യാൻഡിൽ ബ്രേക്ക് അല്ല, അല്ലെങ്കിൽ ഒരു FEG ക്യാൻഡിൽ വെച്ചല്ല ബ്രേക്ക് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇവിടെ ഒന്നും നല്ല സ്ട്രക്ചേഴ്സ് ഒന്നും ഫോം ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾക്ക് ഇവിടെ എല്ലാം കാണാൻ പറ്റും. ആ സെക്ഷൻ ഇവിടെ തീർന്നു. ഇത്രയും സമയത്തിന്റെ ഇടയ്ക്ക് പുതിയ സ്ട്രക്ചേഴ്സ്, നല്ല സ്ട്രക്ചർ എന്ന് പറയാൻ വേണ്ടി വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ നടന്ന സ്ട്രക്ചർ ഷിഫ്റ്റ് ഇവിടാണ്. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നടന്നു. പക്ഷെ അതൊന്നും നമ്മൾ പറഞ്ഞ റൂൾ ആപ്ലിക്കബിൾ ആയിട്ടില്ല. ഓക്കെ, ചിലപ്പോൾ ഇതൊരു 5 മിനിറ്റ്, ഇപ്പൊ 3 മിനിറ്റിൽ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 1, 2, 3 ഏകദേശം ഒരു 10 മിനിറ്റിന്റെ ക്യാൻഡിൽസ് ആണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതാ ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഒരു 5 മിനിറ്റിലോട്ട് മാറ്റിയാൽ ചിലപ്പോൾ അത് വർക്ക് ആവും. ഒരു 4 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ്, അത് ഫ്രീ വെർഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാം 5 മിനിറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ 4 നോക്കിയാലും പെർഫെക്റ്റ് ഒരു കണ്ടീഷൻ അവിടെ കാണും. ഇത് കുറച്ചുകൂടെ വലുതിലോട്ട് മാറ്റിയാൽ ചിലപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ കിട്ടും. ഇതാ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം ഓക്കെ ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചെറിയ സ്ട്രക്ചർ നമുക്ക് എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണേലും എടുക്കാം. ഓക്കെ, ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, മാർക്കറ്റിന്റെ ചെറിയൊരു സ്ട്രക്ചർ ഇവിടെ ഇങ്ങനെ ഫോം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഡൗൺ വന്നിട്ട് മുകളിലോട്ട് പോയി ഇങ്ങനെ ഒരു ഇന്റേണൽ സ്ട്രക്ചറും ഫോം ചെയ്തിട്ടുണ്ട്. അല്ലാതെ തന്നെ എക്സ്റ്റേണലിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ഒരു ബോഡി ഉള്ള ക്യാൻഡിൽ വെച്ചാണ് ബ്രേക്ക് ചെയ്തത്. അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു FEG ഉണ്ട്, അതോടൊപ്പം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മുകളിൽ താണ്ട് ഒരു OB ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ FEGയുടെ അവിടെ നിന്ന് നമുക്ക് ആ FEG ക്രിയേറ്റ് ചെയ്ത ഏരിയയിൽ നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ആ സ്ട്രക്ചറിന്റെ തൊട്ട് മുകളിൽ, ടാർഗറ്റ് 1:2, അതല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ലിക്വിഡിറ്റി ഏരിയ 1:2. ഓക്കെ, അടുത്ത ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇതാ ഇവിടെ വരും ലിക്വിഡിറ്റി, അല്ലെങ്കിൽ ഇത് ഇത്ര നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ 1:2 തന്നെ,
1:2 എന്താണെന്നുള്ള ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം, ടെൻഷൻ ആവണ്ട. ഇപ്പൊ എൻട്രി എങ്ങനെ അനലൈസ് ചെയ്യുന്നത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ സിംഗിൾ ക്യാൻഡിൽ ബ്രേക്കിന്റെ ഫോർമാറ്റ് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കേ. ക്ലിയർ ആയെങ്കിൽ എന്തേലും ഒരു തമ്പോ കാര്യങ്ങളോ എന്തേലും ഒന്നതാ. ഓക്കെ ഓക്കെ, അപ്പം ഇപ്പൊ രണ്ടെണ്ണം ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ട് റിയാക്ട് ചെയ്ത സമയത്ത് നമ്മൾ നോക്കി എങ്ങനെയാണ് ഇപ്പൊ ഈ പറഞ്ഞ റൂള് തന്നെ 15 മിനിറ്റിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് 1, 3, 5 ഓരോന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഇതേപോലെ FEG ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ ക്യാൻഡിൽ വെച്ചാണ് ബ്രേക്ക് ചെയ്യേണ്ടത്. അതിന്റെ മുകളിൽ ചെറിയൊരു ഫോർമാറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രക്ചർ ക്രിയേഷൻ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇന്റേണൽ ആവാം, പക്ഷെ എന്ത് ചെയ്യാം, നല്ല വൃത്തിക്ക് നമുക്കിത് കാണുമ്പോൾ തന്നെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് അല്ലെ. ഇവിടെ കണ്ടില്ലേ ചെറിയൊരു സ്ട്രക്ചർ ഫോം ചെയ്ത് ഇങ്ങനെ ഡൗൺ ആയത്, ഒരു OB ഉണ്ട് FEG ഉണ്ട്, ഒന്നെങ്കിൽ FEG ചെയ്ത് അല്ലെങ്കിൽ OB എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യാം. ഓക്കെ, പക്ഷെ OB വരെ മാർക്കറ്റ് പോകണമെന്നില്ല, അതുകൊണ്ട് നമ്മൾ FEG തന്നെ എൻട്രി ഫോക്കസ് ചെയ്യും. സ്റ്റോപ്പ് ലോസ് OBക്ക് മുകളിലേ വെക്കത്തുള്ളൂ. സാറേ നമ്മൾ FVG ഒക്കെ എടുക്കുമ്പം അതിന് തൊട്ട് മുമ്പ് നല്ലൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം അല്ലേ അതെ സാറേ? അതെ, നല്ലൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ആയിരിക്കണം. അതായത് സാർ ഇപ്പൊ വരച്ചു വെച്ചിരിക്കുന്ന ആ സ്റ്റോപ്പ് ലോസും ആ സംഭവം ഉണ്ടല്ലോ, ആ ഇപ്പൊ ഒരു പച്ച ഇതും നമ്മുടെ 1:2 സാർ വരച്ചു വെച്ചിട്ടില്ലേ? അതെ അപ്പം ആ ഒരു കറുത്ത ക്യാൻഡിലിന്റെ തൊട്ടടുത്ത് വന്നേക്കുന്ന ഒരു ചെറിയൊരു ഒരു ബ്ലാക്ക് ആയിട്ടുള്ള കുഞ്ഞു ക്യാൻഡിലേ വന്നേക്കുന്നേ? അതെ, ആ അത് തന്നെ, ആ ഇതാണോ? ഒരു ചെറിയൊരു ക്യാൻഡിലേ ആ വന്നേക്കുന്നേ. അതെ അതെ, അപ്പം അത് ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുത്ത് മറ്റേ ബോഡി ഒരു കണ്ടേ ബോഡി ഇങ്ങനെ മറ്റേ ഒരു ക്യാൻഡിൽ. ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ കണ്ടില്ലേ, ഇതൊരു സാറേ, ഞാൻ ഇന്റേണൽ ആണ്, പക്ഷെ അത് ആ പറിച്ചേക്കുന്നതിന്റെ കാര്യം സാറേ ചോദിച്ചേ. മറ്റേ അതിന് തൊട്ടടുത്ത് ആ കുഞ്ഞില്ല, ചെറുതാ അത് ഇതോ? അവിടെ ഒന്നുമില്ലല്ലോ, അവിടെ FEG ഒന്നുമില്ലല്ലോ. അല്ല ഇവിടെ എന്താ പറയാൻ കാരണം, ഇവിടെ എന്താ ഉദ്ദേശിച്ചേ? അല്ല, അവിടെ ഞാൻ മറ്റേ ഒരു ചെറിയൊരു ക്യാൻഡിൽ പോലെ വന്നിട്ടല്ലേ മറ്റേ വലിയ തുറന്ന താഴോട്ടേക്ക് ഫോം ചെയ്തത്? ഇല്ല, ഇവിടെ സ്ട്രക്ചർ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇതൊക്കെ കണ്ടില്ല, നല്ല റിജക്ഷൻ ഉള്ള ഇവിടെ ഒന്നും ഒരിക്കലും എൻട്രി എടുക്കില്ലേ. ഇതിപ്പോ എന്താണ്, ഹൈ ലോയിൽ ഒരു മാർക്കറ്റ് ഒരു മൂവ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റാത്ത സിറ്റുവേഷനാ, കൺസോളിഡേറ്റ് ചെയ്യുന്ന സമയമാണ് ഇതൊക്കെ. ഓക്കെ, ഇപ്പൊ ഇവിടുത്തെ ഈ ഒരു കൺസോൾട്ടേഷൻ ശേഷം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ഇവിടെ വേണേ ചിന്തിക്കാം. ഇതെന്താണ് മാർക്കറ്റിലെ ഈ ഒരു ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റില് കണ്ടില്ല, ഇത് കണ്ടില്ലേ, ഇതൊന്നും മാർക്കറ്റില് ഇപ്പൊ നമ്മൾ കുറച്ച് മുന്നേ പഠിച്ച കാര്യമാണ്. അക്യുമുലേഷൻ എന്ന് പറയും. അക്യുമുലേഷൻ കഴിഞ്ഞിട്ട് മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്തു, എന്നിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. കണ്ടില്ലേ, മാർക്കറ്റ് വലിയൊരു മൂവ്മെന്റ് ഇല്ലാതെ കൺസോൾട്ടേറ്റ് ചെയ്ത ഏരിയ ആണിത്. ഓക്കെ, മുകളിലോട്ട് പോകണോ താഴോട്ട് പോകണോ എന്ന് അറിയാതെ ചെറിയ രീതിക്ക് ഒരു അപ്സൈഡ് തന്നു തന്ന ഏരിയ ആണ്. ഇവിടുത്തെ ഈ ലിക്വിഡിറ്റി ഈ സമയത്ത് എൻട്രീസ് പുഷ് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട്, അതാണ് ഇവിടെ മാർക്കറ്റ് ഗ്രാബ് ചെയ്തത്. അതിനുശേഷമാണ് മാർക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ക്ലിയർ? മാർക്കറ്റിലെ റിയാക്ഷൻ പോയിന്റുകൾ നിങ്ങൾക്ക് എപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റും, അത് സിമ്പിൾ ആണ്. പക്ഷെ അവിടെ നിന്ന് പിന്നീട് നടക്കുന്ന പ്രോസസ്സിലാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് പെർഫെക്റ്റ് ആക്കേണ്ടത്. ഓക്കെ, കൺഫ്യൂഷൻ ആവിയേ വേണ്ട, ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കത്തില്ല. അതിനാണ് ലൈവ് ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ അതിന്റെ കറക്റ്റ് ഫോർമാറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുകൊണ്ടാണ് ലാസ്റ്റ് ടൈം വരെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞത്. ഓക്കെ, പറയൂ സർ. ആ മാർക്കറ്റിന്റെ സ്ട്രക്ചർ ഒന്നുകൂടെ വരച്ച് കാണിക്കാൻ പറ്റും, അവിടെ ഫോം ചെയ്തേക്കുന്ന മാർക്കറ്റ് സ്ട്രക്ചർ? എക്സ്റ്റേണൽ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ ദാ ഇങ്ങനെ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് എക്സ്റ്റേണൽ സ്ട്രക്ചർ. ഇതിനകത്ത് ഇന്റേണൽ സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുണ്ട്. ദാ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 മിനിറ്റിലോ 1 മിനിറ്റിലോ നോക്കിയാൽ ഇതൊരു എക്സ്റ്റേണൽ സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, കാരണം എന്താണ്, ഈ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പം ഇന്റേണൽ സ്ട്രക്ചറിനകത്ത് നമുക്ക് ഈ പറഞ്ഞ FEG ഫോം ചെയ്താലും നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷെ ഫോം ചെയ്യുന്ന FEG അല്ലെങ്കിൽ സ്ട്രക്ചറിനകത്ത് എന്താണ് വേണ്ടത്, സിംഗിൾ ക്യാൻഡിൽ ബ്രേക്ക് ഉള്ള സ്ട്രക്ചർ ആണ് ഫോം ചെയ്യേണ്ടത്. അതിനെയാണ് ഇന്റേണലി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞത്. ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് കയറിയിട്ട് ഡൗൺ ആയില്ലേ, ഇതാണ് ഇന്റേണൽ എന്ന് പറയുന്നത്. ഇത് ചെറിയ ടൈം ഫ്രെയിമിൽ നല്ലൊരു പെർഫെക്റ്റ് സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, പക്ഷെ ആ ഒരു ഫോർമേഷനകത്ത് എന്ത് വേണം, ഇതേപോലെ ഒരു ക്യാൻഡിൽ ബ്രേക്ക് വേണം. ഈ ഫോം ചെയ്യുന്ന MSSലോ BMSലോ ഇതേപോലെ ഒരു ക്യാൻഡിൽ ബ്രേക്ക് വേണം. ഓക്കെ സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ? അതായത് നമ്മളിപ്പോ ഒരു MSS ആദ്യം കിട്ടി. ഓക്കെ, MSSൽ നമ്മൾ സിംഗിൾ ക്യാൻഡിൽ ബ്രേക്ക് ഇല്ല, പക്ഷെ BMSലാണ് ഇത് വന്നത്. ഓക്കെ, സിംഗിൾ ക്യാൻഡിൽ ബ്രേക്ക്. അപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് MSSന്റെ മേലെയല്ലേ വരും, അതോ BMSന്റെ മേളിൽ? MS അത്രയും ലെങ്തിൽ വെക്കണ്ടല്ലോ. വേണ്ട. ഓക്കെ,
കണ്ടിന്യൂ ചെയ്യട്ടെ? സ്വിംഗ് ട്രേഡും കൂടെ പറഞ്ഞിട്ട് നമുക്കിത് ടോട്ടൽ മാർക്കറ്റ് അനലൈസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യുവാണേ. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെ വലിയ മാറ്റങ്ങളില്ലാതെ സ്വിംഗ് ട്രേഡിനകത്തും വിത്ത് റൂൾസ് നമുക്കൊന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ഒറ്റ മിനിറ്റ് സാർ, അതെ ഇതിന്റെ റെക്കോർഡിംഗ് സെഷൻ നാളത്തേക്ക് കിട്ടും? കിട്ടും കിട്ടും എനിക്ക് അർജന്റ് ആയിട്ടൊന്ന് പോണം, അതുകൊണ്ട് ചോദിച്ചാ. എന്തായാലും കിട്ടൂലേ? കിട്ടും കിട്ടും. ശരി ശരി, താങ്ക് യു. ഓക്കെ ഓക്കെ, അപ്പം ആദ്യം നമ്മൾ പറഞ്ഞ റൂളുകൾ 15-30 റിയാക്ഷൻ പോയിന്റ് കണ്ടുപിടിച്ചുകൊണ്ട് തുടങ്ങാൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, സ്വിംഗ് ട്രേഡിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്താ ഫോക്കസ് ചെയ്യുന്നത്? കുറച്ചുകൂടെ വലിയ ടൈം ഫ്രെയിമുകളാണ്. എങ്ങനെ? ഡെയിലി, വീക്കിലി, ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ സ്വിംഗ് ട്രേഡിനകത്ത് ഹയർ ടൈം ഫ്രെയിമിനെ ബേസ് ചെയ്തിട്ടുള്ള. അപ്പൊ ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? റിയാക്ഷൻ പോയിന്റ്. എന്തൊക്കെ? ബൈ സൈഡ്, സെൽ സൈഡ്, OB, FEG. ഇത്രയും റിയാക്ഷൻ പോയിന്റുകൾ കണ്ടുപിടിക്കേണ്ടത് ഡെയിലി ടൈം ഫ്രെയിമിലോ അല്ലെങ്കിൽ വീക്കിലി ടൈം ഫ്രെയിമിലോ റിയാക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ മാർക്കറ്റ് ആദ്യം റിയാക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കണ്ടിന്യൂഷന് വേണ്ടി റിയാക്ട് ചെയ്യേണ്ടതാണെങ്കിലും റിവേഴ്സലിന് വേണ്ടി റിയാക്ട് ചെയ്യേണ്ടതാണെങ്കിലും എവിടെ കണ്ടുപിടിക്കേണ്ടത്? ഡെയിലി ടൈം ഫ്രെയിമിലോ വീക്കിലി ടൈം ഫ്രെയിമിലോ. അത് എന്തൊക്കെയാവാം? ബൈ സൈഡ് ലിക്വിഡിറ്റി ആവാം, സെൽ സൈഡ് ലിക്വിഡിറ്റി ആവാം, OB ആവാം, FEG ആവാം. ഓക്കെ, അപ്പം ഇത്രയും പോയിന്റുകളിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യണം? ആദ്യം റിയാക്ട് ചെയ്യണം. ഓക്കെ, ഈ 4 എടുത്തിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്യണം. റിയാക്ട് ചെയ്തതിന് ശേഷം MSS കിട്ടേണ്ടത് 4 അവറിലാണ്. ഓക്കെ, 4 അവറിൽ എന്ത് കിട്ടണം? നമുക്ക് MSS കിട്ടണം. പക്ഷെ 4 അവറിലല്ല നമ്മുടെ എൻട്രി. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ സിംഗിൾ ക്യാൻഡിൽ ബ്രേക്ക് ഒന്നും 4 അവർ വേണ്ട. ഇവിടെ ഫോം ചെയ്യേണ്ട ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇതാ ഇങ്ങനെ വന്നു, ഇവിടെ നിന്ന് മാർക്കറ്റ് റിയാക്ഷൻ പോയിന്റ്. ഓക്കെ, ഈ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു. ഇത് ലിക്വിഡിറ്റിയാണ്. ഓക്കെ, ഇത് ലിക്വിഡിറ്റിയാണ്. ഗ്രാബ് ചെയ്തു. ഗ്രാബ് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? സ്ട്രക്ചർ ഇതേപോലെ MSS BMS ഫോം ചെയ്തു. ഓക്കെ, ഇവിടെ ആണല്ലോ MSS ഫോം ചെയ്തത്. ഈ ഫോം ചെയ്ത ഏരിയയിൽ ഇത്രയും ഏരിയ ഉണ്ട്. ഈ ബ്രേക്ക് ചെയ്യുന്നത് ഒരു ക്യാൻഡിൽ ബോഡി വേണമെന്ന് ഒരു നിർബന്ധമില്ല. വിക്ക് വെച്ച് വേണേലും ബ്രേക്ക് ചെയ്യാം. ഓക്കെ, അതെങ്ങനെ വേണേലും ബ്രേക്ക് ചെയ്യാം. ഒരു MSS BMS ഫോം ചെയ്താൽ മാത്രം മതി. അവിടെ ഫോം ചെയ്ത ഏരിയ ക്യാൻഡിൽ വെച്ച് ഫോം ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ ഒറ്റ കാര്യം വേണം, ഈ ക്രിയേറ്റ് ചെയ്ത് ഇത്രയും വലിയ സ്ട്രക്ചർ ഉണ്ട്. ഈ സ്ട്രക്ചറിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും ഒരു OB FEG ഫോം ചെയ്താൽ മതി. ഓക്കെ, ചിലപ്പോൾ അത് ഏറ്റവും മുകളിലായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും ഈ ഫോം ചെയ്തതിന് ശേഷം ഇവിടെ ആയിരിക്കാം, എങ്ങനെ വേണേലും ആവാം. ഓക്കെ, പക്ഷെ മാർക്കറ്റ് ഈ ഒന്ന് വന്നതിന് ശേഷം ഈ OBയിലോട്ടോ FEGയിലോട്ടോ പോയി ടച്ച് ചെയ്യണം. ഓക്കെ, അവിടെ ഞാൻ വീണ്ടും പറയുന്നു, അവിടെ ഒരു സിംഗിൾ ക്യാൻഡിൽ ബ്രേക്ക് വേണ്ട. അവിടെ എന്ത് ചെയ്താൽ മതി? വിക്ക് വെച്ചിട്ടാണെങ്കിലും ഒരു MSS കിട്ടിയാൽ മതി, അല്ലെങ്കിൽ BMS കിട്ടിയാൽ മതി. പക്ഷെ മാർക്കറ്റ് എന്ത് ചെയ്യണം? ഈ ഇത്രയും വലിയ സ്ട്രക്ചറിനകത്ത് എവിടെ വേണമെന്നുണ്ടെങ്കിലും, നമ്മൾ നേരത്തെ എൻട്രിയുടെ കാര്യത്തിൽ പറഞ്ഞ കറക്റ്റ് ഇവിടെ തന്നെ വേണം എന്നാ പറഞ്ഞേ അല്ലേ? പക്ഷെ ഇവിടെ ആണെങ്കിൽ ഏറ്റവും മുകളിലോ താഴെ എവിടെ വേണമെന്നുണ്ടെങ്കിലും ഒരു OB FEG മതി. ആ OB FEGയിലോട്ട് മാർക്കറ്റ് എന്ത് ചെയ്യണം? വന്ന് ടച്ച് ചെയ്യണം, എന്നിട്ട് വീണ്ടും റിയാക്ട് ചെയ്യണം. ഓക്കെ, 4 അവറിലാണ് ഈ ക്രിയേറ്റ് ചെയ്തത്. അവിടെ വീണ്ടും പോയി OBയിലോട്ടോ FEGയിലോട്ടോ ടച്ച് ചെയ്തു. ടച്ച് ചെയ്തിട്ട് എന്ത് ചെയ്തു? വീണ്ടും റിയാക്ട് ചെയ്തു. ആ റിയാക്ട് ചെയ്ത ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യണം? 4 അവറിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ചെറിയ ടൈം ഫ്രെയിം 3 അവർ, 2 അവർ, 1, 45, ഈ 4 ടൈം ഫ്രെയിമിൽ നോക്കാം. മേജർ ആയിട്ട് 2 അവർ, 1 അവർ, 45. അവിടെ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞ സെയിം റൂള് ഇവിടെ എന്ത് ചെയ്യണം? ഒരു MSS, അതിന്റെ കൂടെ തന്നെ അല്ലെങ്കിൽ ഒരു BMS. അതെങ്ങനെ ഫോം ചെയ്യണം? ഒരു സിംഗിൾ ക്യാൻഡിൽ വിത്ത് ബ്രേക്ക് കിട്ടണം. അവിടെ FEG ഫോർമേഷൻ, സിംഗിൾ ക്യാൻഡിൽ വിത്ത് FEG ഉള്ള ഒരു MSS BMS കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ എൻട്രി നോക്കാം. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ഒരു OBയിൽ നിന്നോ FEGയിൽ നിന്നോ മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നു. റിയാക്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് 4 അവറിൽ MSS BMS കിട്ടണം. 4 അവറിൽ MSS BMS കിട്ടുന്ന സമയത്ത് ആ സ്ട്രക്ചറിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും ഒരു OB FEG ഫോം ചെയ്താൽ മതി. ആ ഒരു OBയിലോട്ടോ FEGയിലോട്ടോ മാർക്കറ്റ് പോയി ടാപ്പ് ചെയ്തതിനു ശേഷം വീണ്ടും റിയാക്ട് ചെയ്യും. ടാപ്പ് ചെയ്തതിനു ശേഷം വീണ്ടും റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ചെറിയ ടൈം ഫ്രെയിം ആയിട്ടുള്ള 3 അവർ, 2 അവർ, 1 അവർ, 45 മിനിറ്റ്, ഈ ഒരു ടൈം ഫ്രെയിമുകളിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും ഒരു സിംഗിൾ ക്യാൻഡിൽ ബ്രേക്ക് വിത്ത് FEG ഫോം ചെയ്യണം.
അങ്ങനെ ഫോം ചെയ്താൽ നമുക്ക് എന്ത് വെക്കാം, ഒരു എൻട്രി ഫോക്കസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ? ഇത് നമുക്ക് മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഒന്നുകൂടെ ഒന്നുകൂടി പറയാമോ അത്? ഒന്നുമില്ല, നമ്മൾ ആദ്യം ചെറിയ ടൈം ഫ്രെയിമിൽ പറഞ്ഞത് 15 മിനിറ്റ് ഇത് റിയാക്ഷൻ, 15 അല്ലെങ്കിൽ 30 മിനിറ്റിൽ റിയാക്ഷൻ കിട്ടിയതിനു ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യണം, മൂവ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് 1, 3, 5 അവിടെ ഒരു MSS BMS കിട്ടുമ്പോൾ ഡയറക്റ്റ് എൻട്രി നോക്കാം. അങ്ങനെയാണല്ലോ പറഞ്ഞേ. ഒരു FED ക്യാൻഡിൽ വേണമെന്നേ ഉള്ളൂ. ഇവിടെ അങ്ങനല്ല, ഡെയിലിയിലോ വീക്കിലിയിലോ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യണം. ഓക്കെ, ഗ്രാബ് ചെയ്തതിനു ശേഷം ഒരു MSS BMS ക്രിയേറ്റ് ചെയ്യണം. ഏത് ടൈം ഫ്രെയിമിൽ? 4 അവറിൽ. 4 അവറിൽ ഒരു MSS ക്രിയേറ്റ് ചെയ്യണം. ആ MSS ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു വിക്ക് വെച്ചാണെങ്കിലും ക്രിയേറ്റ് ചെയ്താൽ മതി. പക്ഷെ ആ മൂവ് ചെയ്ത് ഇത്രയും ഏരിയ, ഇതാണല്ലോ MSS ക്രിയേറ്റ് ചെയ്തത്, ഇത്രയും ഏരിയയിൽ എവിടെ വേണേലും ഒരു FED OBO മതി. ഏറ്റവും മുകളിലാവാം, ചിലപ്പോൾ ഏറ്റവും താഴാവാം, അല്ലെങ്കിൽ സെൻട്രലാവാം. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും എന്താണ്, ഒരു OB അല്ലെങ്കിൽ FED ഉണ്ടെങ്കിൽ മാർക്കറ്റ് അവിടെ പോയി വീണ്ടും ടച്ച് ചെയ്യണം, എന്നിട്ട് വീണ്ടും റിയാക്ട് ചെയ്യണം. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, 3 അവർ, 2 അവർ, 1 അല്ലെ 45, ഈ ടൈം ഫ്രെയിമുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആദ്യം പറഞ്ഞ റൂൾസ്, സിംഗിൾ ക്യാൻഡിൽ ബ്രേക്ക് വിത്ത് FED ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്യുന്ന MSSലോ BMSലോ. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഒന്നുകൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് ആ സമയത്ത് ഒന്നുകൂടെ ക്ലിയർ ആവും. അതിനുശേഷം ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, മാർക്കറ്റിന്റെ ഇപ്പോൾ ഉള്ള കണ്ടീഷനെ വെച്ച് തന്നെ നമുക്ക് മൂവ് ചെയ്യാം. ഇതിപ്പോ എന്താ, വീക്കിലി ടൈം ഫ്രെയിം. വീക്കിലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, തൊട്ട് മുന്നത്തെ ലിക്വിഡിറ്റി മാർക്കറ്റ് ഗ്രാബ് ചെയ്തു. ആണല്ലോ, GBP കാർഡാണ് പറയുന്നത്. തൊട്ട് മുന്നത്തെ ലിക്വിഡിറ്റി മാർക്കറ്റ് ഗ്രാബ് ചെയ്തു, എന്നിട്ട് ഡൗൺ സൈഡ് വരുന്നു. ഓക്കെ, അപ്പം മാർക്കറ്റിൽ അടുത്ത ലിക്വിഡിറ്റി ഏതാ, ഇതാണ് അടുത്ത ലിക്വിഡിറ്റി. ആണല്ലോ, അപ്പൊ മാർക്കറ്റ് ഇവിടം വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ ടൈം ഫ്രെയിമുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ഡേ ആക്കുന്നു. ഡേ ആക്കിയ സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു FEG ഫോർമേഷൻ കണ്ടോ. മാർക്കറ്റ് വീണ്ടും എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞ ഡെയിലിയിലോ വീക്കിലിയിലോ റിയാക്ഷൻ പോയിന്റ് കിട്ടണമെന്നാ. വീക്കിലിയിലും റിയാക്ഷൻ പോയിന്റ് കിട്ടി, ഡെയിലിയിലും റിയാക്ഷൻ പോയിന്റ് കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും എന്ത് ചെയ്തു, റിയാക്ട് ചെയ്ത് തുടങ്ങി. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ, ആദ്യം 4 അവറിൽ മാർക്കറ്റിന്റെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടണം. ഇവിടെ വന്ന് മാർക്കറ്റ് ടച്ച് ചെയ്തു. ഓക്കെ, എന്നിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്ത് തുടങ്ങുവാണേ. ഈ റിയാക്ട് ചെയ്ത് തുടങ്ങിയപ്പം ഇതൊന്ന് ചെറുതാക്കുക. ആദ്യം ഇവിടെ ടച്ച് ചെയ്തേ, ഇവിടാണ് ടച്ച് ചെയ്തേ. പക്ഷെ ഇവിടെ നമുക്ക് മാർക്കറ്റിന്റെ ലോ കിടക്കുന്ന ഇവിടെ ഒരു MSS കിട്ടിയിട്ടില്ല. അപ്പം വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് കയറി ഇവിടെ പുതിയൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. ചെറിയൊരു സ്ട്രക്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെ ഒന്ന് മുകളിലോട്ട് വീണ്ടും കയറിയിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു MSS മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇതാണല്ലോ MSS. ഓക്കെ, ആ MSS മാർക്കറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ക്രിയേറ്റ് ചെയ്ത ഏരിയ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, FEG ഉണ്ട്, അല്ലെങ്കിൽ OB ഉണ്ട്. ഇതൊരു OB ആണ്. മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ OBയിൽ വന്ന് വീണ്ടും ടച്ച് ചെയ്തു. ഓക്കെ, അത് ടച്ച് ചെയ്തപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ, വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലോട്ട് സ്വിച്ച് ചെയ്ത് പോകണം. ഓക്കെ, ഇവിടെ ടച്ച് ചെയ്തിട്ട് റിയാക്ട് ചെയ്ത് തുടങ്ങുമ്പോൾ എന്ത് കിട്ടണം, ഒരു MSSO BMSO മാർക്കറ്റിൽ നല്ല സിംഗിൾ ക്യാൻഡിൽ ബ്രേക്ക് വിത്ത് കിട്ടണം. ഇവിടെ 3 അവറിൽ ഓക്കെ ആണ്, കുഴപ്പമില്ല. പക്ഷെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, ആ ഏരിയയിലോട്ട് വന്നിട്ടില്ല. നല്ലപോലെ ടാർഗറ്റ് ഡൗൺ സൈഡ് പോയത്. 2 അവറിൽ നോക്കാം, ടച്ച് ചെയ്തിട്ട് ഈ ക്രിയേറ്റ് ചെയ്ത ഏരിയയിൽ നമുക്ക് എന്തില്ല, സിംഗിൾ ക്യാൻഡിൽ ബ്രേക്ക് ഇല്ല. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ വെച്ചാണ് ഇവിടെ ബ്രേക്ക് ചെയ്യേണ്ടത്. മാർക്കറ്റ് ഇവിടെ വന്നു, ഈ ഒരു ക്യാൻഡിലിനകത്ത് തന്നെ ചെറിയൊരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ടൊക്കെയാണ് ബ്രേക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് പറയാൻ പറ്റില്ല. വൺ അവറില് 45 കറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ,
ഈ ഫോം ചെയ്ത ഇന്റേണൽ സ്ട്രക്ചർ നിങ്ങൾ നോക്ക്. ഇതൊരു ഇന്റേണൽ സ്ട്രക്ചർ ആണ്, എക്സ്റ്റേണൽ അല്ല. ഓക്കെ, ഇതൊരു ഇന്റേണൽ സ്ട്രക്ചർ ആണ്, എക്സ്റ്റേണൽ അല്ല. പക്ഷെ ആ ബ്രേക്ക് ചെയ്ത ഏരിയ എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞ റൂൾസ് അപ്ലൈ ചെയ്തുകൊണ്ടാണല്ലോ ബ്രേക്ക് ചെയ്തേക്കുന്നത്. ആ നോക്ക്, ഒരു OB ഉണ്ട്, FEG ഉണ്ട്. ബ്രേക്ക് ചെയ്തത് തന്നെ ഒരു സിംഗിൾ ക്യാൻഡിൽ വെച്ചിട്ടാണ് ബ്രേക്ക് ചെയ്തത്. ആ ബ്രേക്ക് ചെയ്ത ഏരിയയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു FEG ഫോർമേഷൻ ഉണ്ട്. ഓക്കെ, കണ്ടോ? അവിടെ പോയി ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്ത് തുടങ്ങിയപ്പം ക്രിയേറ്റ് ചെയ്ത സ്ട്രക്ചർ ആണിത്. ആ സ്ട്രക്ചറിൽ നമ്മൾ പറഞ്ഞ പോലെ 45 മിനിറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മാർക്കറ്റ് നല്ലൊരു കണ്ടീഷൻ ഫോം ചെയ്ത് തന്നിട്ടുണ്ട്. ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രക്ചറിന്റെ തൊട്ട് മുകളിൽ ടാർഗറ്റ് 1:2. ഓക്കെ, അല്ലെങ്കിൽ അടുത്ത ലിക്വിഡിറ്റി ഏരിയ. അത് മേജർ ആയിട്ട് ഈ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ ടാർഗറ്റ് വെക്കാം, പ്രശ്നമില്ല. അടുത്ത മേജർ ലിക്വിഡിറ്റി ഏരിയ ഏതാണോ അതൊക്കെ നിങ്ങൾക്ക് ടാർഗറ്റ് വെക്കാം. സോ അത്ര സമയം മാർക്കറ്റ് വെയിറ്റ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു ടാർഗറ്റ് ഇതാണ് അടുത്ത ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആദ്യമേ പറഞ്ഞത് ഡെയിലി ടൈം ഫ്രെയിം അല്ലെങ്കിൽ വീക്ക്ലി ടൈം ഫ്രെയിം നമ്മൾ നോക്കിയപ്പോൾ പറഞ്ഞത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിട്ട് ഏരിയ ഇത്. ഓക്കെ, ഇത്രയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അത് എത്ര ദിവസം എടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അതൊക്കെ അത്രയും മാർക്കറ്റിനകത്ത് ക്ഷമയോടെ ഇരിക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റൂ. പക്ഷെ ടാർഗറ്റ് എത്ര വന്നത്? 1:10 വന്നു. അതായത് നിങ്ങൾ 100 രൂപയുടെ അല്ലെങ്കിൽ നിങ്ങൾ 1000 രൂപയുടെ റിസ്ക് എടുത്തെങ്കിൽ, സ്റ്റോപ്പ് ലോസ് 1000 എടുത്തെങ്കിൽ ടാർഗറ്റ് 10,000 കിട്ടിയേ. ഓക്കെ, അത്രയൊന്നും ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇപ്പം ബിൽഡ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. 1:2 ബിൽഡ് ചെയ്ത് പോയതിനു ശേഷം അതിലോട്ടൊക്കെ എത്തിയാൽ മതി. സാറേ, അതായത് ബേസിക് ആയിട്ട് നോക്കേണ്ടത് നമ്മൾ ഈ FVG ഓർഡർ ബ്ലോക്ക് എല്ലാം വരുമ്പം തൊട്ട് മുമ്പ് നല്ലൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ഉറപ്പായിട്ടും. അല്ലാതെ ഈ ചുമ്മാ ചെറിയ രീതിയിലുള്ള വിക്കോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു ക്യാൻഡിലോ അങ്ങനെ മാറ്റമല്ല. എൻട്രി എടുക്കുന്ന ആ ഒരു സ്ട്രക്ചറിൽ നല്ലൊരു ക്ലീൻ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരെണ്ണവും കൂടെ പറയാം, അതിനുശേഷം നമുക്ക് സ്വിംഗ് ട്രേഡിലെ ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു റിയൽ ടൈം പറയാം. ഇപ്പം വെയിറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് മാർക്കറ്റ് ഇതാ വീക്ക്ലിയിൽ നോക്കിയാൽ ഒരു OB ഉണ്ട്. ആ OB വന്ന് ടച്ച് ചെയ്തിട്ട് ചെറിയ റിയാക്ഷനിൽ നിൽക്കുക. ഇതാ ഡെയിലിയിൽ പുതിയൊരു FEG ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം നടക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ്. ഇവിടുന്ന് ഈ ഒരു FEGയിൽ വന്ന് ടച്ച് ചെയ്തിട്ട് ഈ FEG വന്ന് ടച്ച് ചെയ്തിട്ട് വീണ്ടും റിയാക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് വീണ്ടും റിയാക്ഷൻ കിട്ടുവാണെങ്കിൽ ഇതാ ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ വരെ മാർക്കറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഒന്നുകൂടെ പറയാമോ? അതിപ്പോ ഇതുവരെ നടന്നിട്ടില്ല, നടക്കാനുള്ളതാണ്. ഇപ്പൊ റിയൽ ടൈം USD JPY നമുക്ക് നോക്കാൻ പറ്റും. ആദ്യം എന്ത് ചെയ്തു? വീക്ക്ലിയിൽ ഈ ഒരു OB, ഇതൊരു OB ആണല്ലോ. ഈ OB ഒരു FEG ഉള്ള OB, FEG മാർക്കറ്റ് നേരത്തെ എടുത്തു. OB മാർക്കറ്റ് ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, നല്ലൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ആ ക്യാൻഡിൽ ഉണ്ടോ? നല്ലൊരു റിയാക്ഷൻ തന്നു. ഡെയിലി നോക്കുന്ന സമയത്ത് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഒരു FEG ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്യാം, വീണ്ടും ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യും. എന്തിന്? ഇതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫോം ചെയ്യുന്ന ഏരിയാസിൽ FEG ഒക്കെ ഫോം ചെയ്യാൻ. അതല്ലെന്നുണ്ടെങ്കിൽ ഈ FEG മാർക്കറ്റ് എന്ത് ചെയ്യണം? റിയാക്ട് ചെയ്യണം. ഇവിടെ നിന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്യണം. ഇങ്ങനെ റിയാക്ട് ചെയ്താൽ ഇവിടെ ഈ ഒരു സെൽ സൈഡ് വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് 4 ഹവറിലോട്ട് മാറ്റണം. അവിടെ കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ പിന്നീട് ചെറിയ ടൈം ഫ്രെയിമിലോട്ട് മാറ്റി എൻട്രി നോക്കാം. ഓക്കെ, ഇതല്ല ഇപ്പൊ നമ്മൾ എൻട്രി നോക്കാൻ പോകുന്നത്. ഇതിന് മുന്നേ ഈ ഒരു യാത്രയിൽ നമുക്ക് കിട്ടിയ എൻട്രി ആണ്. അതെ, ലിക്വിഡിറ്റി ഗ്രാബ് അല്ല, ഈ പറഞ്ഞ FEG റിയാക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. റിയാക്ഷൻ കിട്ടിയാൽ നമുക്ക് ഡൗൺ സൈഡ് നോക്കാം. മൺഡേ 4-ാം തീയതി ഉള്ള ലിക്വിഡിറ്റി 148.101 ടച്ച് ചെയ്തിട്ട് ചിലപ്പോൾ തിരിച്ചു സാധ്യതയുള്ള മനസ്സിലാക്കുന്നു. 4-ാം തീയതി ഇതാണോ? അതായത് 15-45 ഇതിങ്ങനെ എടുത്തിട്ട് വരുന്നുള്ളതാണ്. അല്ലല്ല 4-ാം തീയതി ഉണ്ടല്ലോ, മൺഡേ 4-ാം തീയതി 25-ാം തീയതി ഇത് 4-ാം തീയതി ആണ്.
ഓക്കെ അത് തന്നെ. അതാണ് പറഞ്ഞത്. ആ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്താലും ഈ FEG ടാപ്പ് ചെയ്താലും ഒരേ ഏരിയ തന്നെയാണ്. അതെ. ഓക്കെ ഓക്കെ ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്ന എൻട്രി മാർക്കറ്റ് MSS കിട്ടിയിട്ട് നമുക്ക് എൻട്രി എടുത്താൽ മതിയല്ലോ. MSS കിട്ടിയിട്ടല്ല, MSS കിട്ടിയതിനു ശേഷം വീണ്ടും പുതിയ ചെറിയ ഡൗൺ സൈഡ് സ്ട്രക്ചറിലോട്ട് വീണ്ടും മാറ്റിയതിനു ശേഷം എൻട്രി എടുക്കാവും. MSS കിട്ടുമ്പോൾ നമുക്ക് ഫസ്റ്റ് കൺഫർമേഷൻ മാത്രമല്ലേ കിട്ടുന്നുള്ളൂ. അതിനുശേഷം ചെറിയ ടൈം ഫ്രെയിമിലോട്ട് വീണ്ടും മാറ്റണം. 4 hour വീണ്ടും ഷിഫ്റ്റ് ചെയ്ത് 3 hour 2 hour 1 hour ഒക്കെ നോക്കി നമ്മൾ പറഞ്ഞ റൂൾസ് അപ്ലൈ ചെയ്യണം. റൂൾസ് ഞാൻ പ്രത്യേകം പറയുന്നു, റൂൾസ് വെറുതെ MSS BMS അല്ല, റൂൾസ് അവിടെ ആപ്ലിക്കബിൾ ആവണം. ഓക്കെ നമ്മളിപ്പം ഡെയിലി ടൈം ഫ്രെയിമില് ഓക്കെ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്താ. ഹലോ, മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ എക്കോ അടിക്കുന്നതുകൊണ്ടാണ്. ഇത് പറഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് മുകളിലോട്ട് എൻട്രി നോക്കുക. മാർക്കറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡെയിലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലിക്വിഡിറ്റി ഇവിടെ നിന്ന് മാർക്കറ്റ് ഇത്രയും മുകളിൽ പോയി. അപ്പൊ ഇതൊരു സ്ട്രക്ചർ ആണ്. ഈ ലോ ലിക്വിഡിറ്റി ഉണ്ട്, ഈ ലോ ഉണ്ട്. ഓക്കെ അപ്പൊ മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു. ഇവിടെ മാർക്കറ്റ് ഗ്രാബ് നടത്തി, കണ്ടല്ലോ. ഈ ഒരു ഗ്രാബ് നടത്തിയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഡെയിലിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ ടൈം ഫ്രെയിം ആയിട്ടുള്ള 4 hourലോട്ട് മാറ്റണം. ഓക്കെ 4 hourലോട്ട് മാറ്റി ഇവിടെ മാർക്കറ്റിൽ MSS ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലെങ്കിൽ ഇവിടെയും നോക്കാം, ഇവിടെയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മാർക്കറ്റ് ആ ഫോം ചെയ്ത ഇവിടെ ഒരു OB ഉണ്ട്, ഇവിടെ ഒരു FEG ഉണ്ട്. മാർക്കറ്റ് വരാൻ വേണ്ടി ഇത്ര സമയം എടുത്തു. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ, ഒന്നെങ്കിൽ FEG വന്ന് ടച്ച് ചെയ്തിട്ട് റിയാക്ട് ചെയ്യുമോ നോക്കണം, അല്ലെങ്കിൽ ഈ OB വന്ന് ടച്ച് ചെയ്തിട്ട് റിയാക്ട് ചെയ്യുമോ നോക്കണം. ഓക്കെ ആദ്യം FEG വന്നു, പക്ഷെ വലിയ റിയാക്ഷൻ മാർക്കറ്റ് ഇവിടെ സംഭവിച്ചില്ല, കണ്ടില്ലേ. ചെറുതായിട്ട് ഒരു റിയാക്ഷൻ കാണിച്ചിട്ട് വീണ്ടും ഡൗൺ വന്നു. OB വന്ന് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഇത്ര റിയാക്ഷൻ തന്നിട്ടുണ്ട്. പക്ഷെ ആ റിയാക്ഷൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ ടൈം ഫ്രെയിമിലോട്ട് നോക്കണം. എങ്ങനെയാണ്, ഇപ്പം ഇവിടെ ഹയർ ടൈം ഫ്രെയിം 4 hourൽ ഇതെന്താണ്, MSS ആണ്. ഓക്കെ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ, ഈ ഫോം ചെയ്ത ഏതേലും OBയോ അല്ലെങ്കിൽ FEG, ഇവിടെ ഒരു FEG ഉണ്ട്, ഇവിടെ FEG ഉണ്ട്, ഇവിടെ OB ഉണ്ട്. ഇത്രയും ഏരിയയിൽ നിന്ന് എവിടെ നിന്ന് വേണേലും മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്തിട്ട് വീണ്ടും മുകളിലോട്ട് റിയാക്ട് ചെയ്യണം. ഓക്കെ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ ടൈം ഫ്രെയിമിലോട്ട് മാറ്റണം. ഇപ്പൊ OB വരെ വന്നു, ലാസ്റ്റ് OB വരെ വന്നു, വേണമെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് പോവാം, അല്ലെങ്കിൽ ഇവിടുന്ന് റിയാക്ട് ചെയ്യാം. ഓക്കെ ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ, 3, 2, 1 അല്ലെങ്കിൽ 45, ഇത്രയും 4 ടൈം ഫ്രെയിമുകളിൽ എവിടെങ്കിലും നമ്മൾ ഇനി പറയുന്ന റൂൾസ്, ഏത് റൂൾസ്, കിട്ടുന്ന MSSലോ BMSലോ മാർക്കറ്റ് നല്ലൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ, ഒരു സിംഗിൾ ക്യാൻഡിൽ ബ്രേക്ക് ഉള്ള OB FEG വെച്ച് മാർക്കറ്റ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ അതാണ് നമ്മൾ നോക്കേണ്ടത്. ആദ്യം 3 hour നോക്കാം. ഓക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മതി, 3 hourൽ തന്നെ ഇത് നമ്മൾ ലൈവിനകത്ത് എടുത്തൊരു എൻട്രി ആയിരുന്നു. ഓക്കെ ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് 3 hourൽ തന്നെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, MSS കിട്ടി. ഓക്കെ എങ്ങനെ കിട്ടിയത്, ഒരു സിംഗിൾ ക്യാൻഡിൽ ഒരു FEG ഫോം ചെയ്തുകൊണ്ട് ഒരു OBയും ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള MSS ആണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടിയത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ, ആ ഒരു FEGയിൽ നമുക്ക് എൻട്രി പുഷ് ചെയ്യാം. ടാർഗറ്റ് 1:2, സ്റ്റോപ്പ് ലോസ് ഈ സ്ട്രക്ചറിന്റെ ലോ. ഓക്കെ ഇതായിരുന്നു എൻട്രി. മേജർ ലിക്വിഡിറ്റി ഏതാണ്, MSS മാത്രമേ ഉള്ളൂ. BMS പറയൂ. ഓർഡർ ബ്ലോക്ക് നല്ല എൻട്രി ഉണ്ട്. 1:2 പറഞ്ഞിട്ട് ഒരു എൻട്രി പറഞ്ഞില്ലേ, 1:2 OBക്ക് ആ 4 hour OBക്ക് വന്നിട്ട് അവിടെ ടച്ച് ചെയ്ത് റിയാക്ഷൻ പോയിന്റ് നമുക്ക് 1 hour later തന്നു. അതിനകത്ത് MSS തന്നിട്ട് BMS തന്നിട്ട് പിന്നെ നെക്സ്റ്റ് ലെഗിലല്ല എൻട്രി വരുന്നത്. അല്ല, നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന MSSലോ BMSലോ നമുക്ക് എൻട്രി എടുക്കാം. MSS എൻട്രി ഇല്ലെങ്കിൽ മാത്രമേ BMSൽ നോക്കത്തുള്ളൂ. 4 hour അതായത് 4 hourൽ നമുക്ക് റിയാക്ഷൻ കിട്ടി. ആദ്യം എന്താ, ലിക്വിഡിറ്റിയുടെ റിയാക്ഷൻ കിട്ടി, ഇവിടെ നിന്ന് ലിക്വിഡിറ്റിയുടെ റിയാക്ഷൻ കിട്ടി. 4 hourൽ MSS, ആ MSSൽ ഈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള FEG OB എവിടെ നിന്ന് വേണമെങ്കിലും മാർക്കറ്റ് റിയാക്ട് ചെയ്താൽ മതി. റിയാക്ട് ചെയ്യുമ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് MSS അല്ലെങ്കിൽ BMS എവിടെ റൂൾ അപ്ലൈ ചെയ്യുന്ന എവിടെയാണോ അവിടെ എൻട്രി എടുക്കേണ്ടത്.
ആദ്യം MSSC ചിലപ്പോൾ റൂൾ അപ്ലൈ ചെയ്ത് കിട്ടും. അത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? BMS എടുക്കണം. ക്ലിയർ ആയോ? അതിപ്പോ മറ്റേ ഇതിനകത്തും സ്കാൽപ്പിങ്ങിനകത്ത് അങ്ങനെയല്ലേ പറയുന്നത് സാറേ? അപ്പം അതെ, സ്കാൽപ്പിങ്ങിനകത്ത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ MSSC കിട്ടാം അല്ലെങ്കിൽ BMS കിട്ടാം. ഓക്കെ, പക്ഷെ ചില എൻട്രീസ് ചിലപ്പോൾ ഇങ്ങനെയും ഫസ്റ്റ് വരാറ് സാറേ. നമുക്ക് MSSും കിട്ടി, BMSും കിട്ടി, പിന്നെ BMS MSSലോട്ട് പോകുന്ന പരിപാടി ഉണ്ടല്ലോ. അതായത് രണ്ടാമത്തെ MSS അതായത് ഫസ്റ്റ് നമുക്ക് ഒരു റിയാക്ഷൻ പോയിന്റ് നിന്ന് ഒരു MSS കിട്ടി, MSS കിട്ടി, പിന്നെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വീണ്ടും കിട്ടി ആ ചെറുത്, എന്നിട്ട് അവിടെ നിന്ന് പുൾ ബാക്ക് ചെയ്തിട്ട് കയറുമല്ലോ അതെ തിരിച്ച് കയറും. ഓക്കെ, അങ്ങനെയുള്ള കണ്ടീഷൻസും ക്രിയേറ്റ് ചെയ്യാം. ചിലപ്പോൾ ആ റിയാക്ഷൻ കിട്ടുന്നത് ചിലപ്പോൾ ഒരു ഹയർ ടൈം ഫ്രെയിമിലുള്ള ഒരു OB FVG ആയിരിക്കും ചിലപ്പോൾ പുൾ ബാക്ക് ചെയ്യുന്നത്. ഇതിപ്പം MSS എന്നാണ് നമുക്ക് എൻട്രി വന്നിരിക്കുന്നത്. ഇത് ഫസ്റ്റിലത്തെ 3 അവർ നോക്കുന്ന സമയത്ത് തന്നെ മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞ റൂൾ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള MSS ക്രിയേറ്റ് ആയി. ഓക്കെ, അല്ലാതെ പിന്നെ നെക്സ്റ്റ് ലെഗിനകത്ത് ഒരു എഗെയിൻ ആയിട്ട് എൻട്രി വരുന്നുണ്ടല്ലോ സാറേ. എവിടാണ്? അല്ല നെക്സ്റ്റ് നമുക്ക് ഇപ്പം സിംഗ് ഇൻ കേസ് സിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 1:2 മാറ്റിയിട്ട് നെക്സ്റ്റ് ഇന്റേണൽ ഏരിയ പറയുമ്പോൾ മേളിലേക്ക് പോയല്ലോ. അപ്പൊ വീണ്ടും ആ ഏരിയയിലോട്ട് ടാപ്പ് ചെയ്തിട്ടല്ലേ പോകുന്നേ? ഇവിടത്തെ കാര്യമാണോ പറയുന്നത്? അതെ ഈ സാർ ഫസ്റ്റ് ലെഗ് പിന്നെ സെക്കൻഡ് ലെഗ് നോക്കി സാറേ. ഇതാണോ? അതെ, അവിടുന്ന് ഒരു BMS വന്ന് മാർക്കറ്റ് മേളിലേക്ക്, പിന്നെ 2 ബ്ലാക്ക് ക്യാൻഡിൽസ് വന്നു, പിന്നെ അവിടുന്ന് ആ OBന്ന് കയറി പോകുന്നുണ്ടല്ലേ. ഈ ഒരു FEG മാർക്കറ്റ്, ഈ ഒരു FEG ഉണ്ട് ഇവിടെ, അതിന്റെ താഴെ OB ഉണ്ട്. പക്ഷെ ആ OBയുടെ ലിക്വിഡിറ്റി ചെറുതായിട്ട് ഈ ഒരു OB ഉണ്ട്, പക്ഷെ ആ ഒരു OBയുടെയും കൂടെ ലിക്വിഡിറ്റി ചെറുതായിട്ട് ഹണ്ട് ചെയ്തിട്ടാ പോയേക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇത് പറയുന്നത് താഴെ തന്നെയല്ലേ വെക്കുന്നത്? അതിന്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇപ്പം ക്രിയേറ്റ് ചെയ്തതിന്റെ ആ സ്യൂപ്പ് ചെയ്ത്, അതായത് ഈ ഒരു OBന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും തന്നെ വെക്കേണ്ടി വരും. ഓക്കെ, ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇവിടെ വെക്കുന്നവരും ഉണ്ട്, ഇവിടെ വെക്കുന്നവരും ഉണ്ട്. ഓക്കെ, പക്ഷെ ഫസ്റ്റ് എൻട്രി അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ റീ എൻട്രി എടുക്കുന്ന ഇപ്പൊ FEG ഇത്രയും വലുതാണ്, ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ OB വരെ വരണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ ഇവിടത്തെ കണ്ടീഷനിൽ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, OBയും കൂടെ വന്ന് ടച്ച് ചെയ്തിട്ടാ പോയിരിക്കുന്നത്. പക്ഷെ നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് ഒരിക്കലും OB വരെ വരണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, 50-50 ചാൻസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 40-30% OB വരണം എന്നുള്ളത്. അതുകൊണ്ട് FEG തന്നെ എൻട്രി പുഷ് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് OB വെക്കുക, OBക്ക് താഴെ വെക്കുക. ഓക്കെ, ഇതിപ്പോ ഈ OB സാറേ ഞാൻ ഒരു ചോട്ടെ, ഈ ഇപ്പൊ തന്നിരിക്കുന്ന OB ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്ത് പോയത് OB ആണ്, പിന്നെ അതിനകത്തേക്ക് വരാനുള്ള ചാൻസ് കുറവല്ലേ? ഇല്ല, അത് വന്നാൽ ബ്രേക്ക് ആവാനുള്ള ചാൻസാ കൂടുതൽ. എന്നിട്ട് മാർക്കറ്റ് അങ്ങോട്ടേക്ക് വന്നല്ലോ അല്ലേ? അതെ, വന്നു. ചിലപ്പോ അത് വേറെ ഏതെങ്കിലും ഒരു ഹയർ ടൈം ഫ്രെയിമിൽ വേറെ അടിപൊളി വേറെ എന്തെങ്കിലും നല്ലൊരു സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ 4 അവർ കഴിഞ്ഞാൽ പിന്നെ നേരെ ഡെയിലി ഉള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 5 അവറിലോ 6 അവറിലോ ഒക്കെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതൊരു ഒറ്റ ക്യാൻഡിൽ ആയിട്ടുള്ള ഒരു OB ആയിരിക്കും, അല്ലെങ്കിൽ OB വിത്ത് FEG ആയിരിക്കും. ഓക്കെ, വേറെ ആരും ഡൗട്ട് വെച്ചിരുന്നു? ഇപ്പൊ പറയുന്നത് ഇൻട്രാഡേയുടെ തന്നെ കാര്യമല്ലേ സാറേ? അത് സ്വിങ്ങിന്റെ ആണോ? സ്വിങ്ങിന്റെ ആണ്, ഹയർ ടൈം ഫ്രെയിം അല്ലേ? ആ സാറേ, സ്വിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു എത്ര ടൈം ഫ്രെയിമാ സാറേ വരുന്നത്? 1 അവർ ആണോ? അതെയോ ഒരു 1 അവറിന് മുകളിലോട്ടെല്ലാം സ്വിംഗ് എൻട്രി ആണ്. ഓക്കെ, സ്വിംഗ് എൻട്രി നമുക്ക് സത്യം പറഞ്ഞ ഫോറക്സിൽ അങ്ങനെ ഒരു ഫോർമാറ്റ് ഇല്ല. ഇന്ത്യ മാർക്കറ്റിൽ അങ്ങനെ പറയാൻ പറ്റും. സ്വിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നിൽ കൂടുതൽ ദിവസം ഹോൾഡ് ചെയ്യുന്നതിനെ, ഫോറക്സിൽ നമുക്ക് മാർക്കറ്റിന് ഇത്രയും മൂവ്മെന്റും മാർക്കറ്റ് 24 hours ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഇന്ന് എടുക്കുന്ന എൻട്രി ഇന്ന് തന്നെ ക്ലോസ് ആയെന്ന് വരാം. ഓക്കെ, ഹയർ ടൈം ഫ്രെയിമിനെ ബേസ് ചെയ്ത് നമ്മൾ അങ്ങനെ പറയുന്നതേ ഉള്ളൂ. അപ്പൊ ആക്ച്വലി പറയുമ്പോൾ സ്വിങ്ങിനാണെങ്കിലും ഇൻട്രാഡേക്കാണെങ്കിലും ഒരേ കൺസെപ്റ്റുകൾ തന്നെയല്ലേ സാറേ? കൺസെപ്റ്റ് തന്നെയാണ്, പക്ഷെ റൂൾസ് വ്യത്യാസം വരും. ഞാൻ ഇവിടെ ഇപ്പൊ 2 റൂൾ അപ്ലൈ ചെയ്തുകൊണ്ടാ പറഞ്ഞേ അല്ലേ? ഇത് ഡയറക്റ്റ് കയറുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ, പലർക്കും പല റൂളാണ്. നമ്മൾ എക്സ്പീരിയൻസിന്റെ പുറത്ത് കുറച്ചുകൂടെ വിന്നിംഗ് റേഷ്യോ കൂട്ടാൻ വേണ്ടി പറയുന്നതാ. 4 അവറിൽ നിന്ന് തന്നെ ഡയറക്റ്റ് കയറുന്ന ഇഷ്ടംപോലെ ആൾക്കാർ എനിക്കറിയാം. അപ്പൊ അവർക്ക് അവരുടേതായ സിസ്റ്റമാറ്റിക് വേ ഉണ്ട്. ഇതിപ്പോ നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റമാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസിന് അനുസരിച്ച് ചെയ്ത് മാറ്റങ്ങൾ വരുത്താം. ഇവിടെ പറയുവാണോ? ഹലോ, പറ്റുന്ന തോന്നുന്നു. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഡൗട്ട്? ഈ സിംഗൻട്രിയുടെ വേറൊരു ടൈം ഫ്രെയിമിലൊന്ന് കാണിക്കുന്നു. വേറെ ടൈം ഫ്രെയിം ഈ അടുത്ത സമയത്ത് നമുക്ക് ഈ ഒരു 2 ക്രിയേറ്റ് ആയി കിട്ടിയിട്ടുള്ളൂ.
നമുക്ക് ലൈവിൽ കയറുമ്പോൾ ഈ ഒരു വീക്കിന്റെ, ഞാനിന്ന് തിങ്കളാഴ്ച മാർക്കറ്റ് ഇരുന്നിട്ടില്ല, നമുക്ക് ഈ ഒരു വീക്കിന്റെ നമുക്ക് നാളത്തെ ലൈവ്, നാളെ മറ്റന്നാളൊക്കെയുള്ള ലൈവിൽ കയറിയാൽ മതി. അപ്പൊ നമുക്ക് അനലൈസ് ചെയ്യുന്നുണ്ട്. ഈ ടോട്ടൽ പേര് ടോട്ടൽ അനലൈസ് ചെയ്യും. ഒരു വീക്കിന്റെ തുടക്ക സമയത്ത് ചൊവ്വാഴ്ചത്തെ ലൈവിൽ ഇത് ടോട്ടൽ അനലൈസ് ചെയ്യും. ഹലോ സാറേ. ആ സാറേ, ഞാനൊരു ബിഗിനർ ആണ്. ആ അപ്പൊ എനിക്ക് അത്ര അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. ഒരിക്കലും ആവില്ല, ഒരിക്കലും ആവത്തില്ല. അത് സന്തോഷിച്ചു, ഒരിക്കലും ആവില്ല. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ആ അപ്പൊ ഞാനിത് ഒരു ബേസിക് പോലും നമുക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഉള്ള ഒരാളല്ലായിരുന്നു. അപ്പൊ നമുക്ക് ഈ വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇനി ഇപ്പൊ ഫൈനൽ ക്ലാസ് എന്നല്ലേ സാറ് പറഞ്ഞേ? അപ്പൊ നമുക്ക് ഇതിന്റെ റെക്കോർഡിങ് നമുക്ക് വീണ്ടും കണ്ടിന്യൂഷൻ ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? അത് അവൈലബിൾ ആണ് നിങ്ങൾക്ക്. സാർ ഉദ്ദേശിച്ചത് ഇതുവരെ പറഞ്ഞത്, അതായത് ആദ്യം തൊട്ട് ആദ്യത്തെ ക്ലാസ് തൊട്ട് ഇതുവരെ പറഞ്ഞ ഒന്നും മനസ്സിലായില്ലെന്നാണോ? സാറേ, ആദ്യത്തേതിലും എനിക്ക് എന്നെ ഇൻഫോം ചെയ്ത ഞാനത് റെക്കോർഡിംഗ് ക്ലാസ് മാത്രം കേട്ടതേ ഉള്ളൂ. രണ്ടാമത്തേത് കഴിഞ്ഞ പ്രാവശ്യം 3 ക്ലാസ്, ഇതിപ്പം തേർഡല്ലേ ഇത് 4ാമത്തെ ലൈവ് ക്ലാസ് ആണ്. അതെയോ? അപ്പൊ ആദ്യത്തെ 2 ക്ലാസ് എനിക്ക് മിസ്സായിട്ടുണ്ട് സാറേ. ഓ ശരി ശരി. അപ്പൊ അവൈലബിൾ ആണ്, ടെലിഗ്രാമിൽ കണ്ടാ മതി സാറേ. എനിക്ക് അതില് കണ്ടിന്യൂഷൻ എനിക്കത് ഫുൾ ടൈം കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ കയറിയിട്ട് പോലും പകുതി കഴിഞ്ഞപ്പോ എനിക്കത് ബ്ലോക്ക് ആയി. പിന്നീട് എനിക്കത് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ഒരു 8 o'clock മുമ്പ് തന്നെ എനിക്കതിൽ നിന്ന് വിഡ്രോവൽ ആകേണ്ടി വന്നു, ലാസ്റ്റ് ക്ലാസ്സിൽ തന്നെ. ഞാൻ പിന്നെ അതിന്റെ റെക്കോർഡിംഗ് കണ്ടിരുന്നു. പക്ഷെ നമുക്ക് അത്രയും അങ്ങോട്ടൊരു ഫിനിഷിംഗ് എന്ന് പറയാൻ നമുക്കില്ല. ആ സമയത്ത് നമുക്കത് ഇപ്പൊ തന്നെ ഞാൻ ഈ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ കൂടുതലൊന്നും ചോദിക്കാഞ്ഞത്. അപ്പൊ അവരുടെ ഒരു ഫ്ലോപ്പ് കളയണ്ടല്ലോ എന്ന് ഓർക്കണ്ടേ. മനസ്സിലായത് സാറ് അത്രയും തവണ, സാറിന് മനസ്സിലാവുന്ന അത്രയും തവണ എഫോർട്ട് ഇട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഒരാൾക്ക് ഇപ്പം എനിക്കുള്ള കപ്പാസിറ്റി അല്ല സാറിനുള്ള കപ്പാസിറ്റി അല്ല എനിക്കുള്ളത്. അല്ല സാറേ, അല്ല എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ബ്ലെയിം ചെയ്ത് സംസാരിക്കുന്നതല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, സാറ് ചെയ്താൽ മതി. സാർ ഒരു കാര്യം ചെയ്താൽ മതി. സാറ് 2, 3, 4 തവണ കാണുക. അതിനുശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ലൈവ് ട്രേഡിംഗ് യൂസ് ചെയ്യുക. ചിലപ്പോ പതിയെ ചിലപ്പോൾ സാറിന് കത്തത്തുള്ളായിരിക്കും. നാളെ തൊട്ടുണ്ട്. അതിന്റെ ടൈമിംഗ് എപ്പോഴാണെന്ന് അറിയാൻ 7:30 നൈറ്റ് 7:30 ഈവനിങ് 7:30. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെറിയ ഡൗട്ടുകളൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുമല്ലേ? പറ്റും. നിങ്ങൾക്ക് ക്ലാസ് ഇവിടെ വെച്ച് എൻഡ് ആവുമല്ലോ കേട്ടോ. നിങ്ങൾക്ക് അടുപ്പിച്ചുള്ള ഈ സ്ട്രക്ചർ മാത്രമേ എൻഡ് ആവുന്നുള്ളൂ. ഇതിനുശേഷം ഒരു 1 വീക്ക് ഞാനൊരു പറഞ്ഞുതരാം. അതായത് നിങ്ങൾ മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. ഞാൻ നല്ലൊരു സ്ട്രക്ചറാണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പൊ അതായത് ഈ ഒരു 1 മന്ത് നിങ്ങൾക്ക് ഇപ്പൊ ഈ 1 മന്ത് ക്ലാസ്സിൽ കറക്റ്റ് ബേസിക് ടു അല്ലെങ്കിൽ ഒരു എൻട്രി കൺസെപ്റ്റ് വരെ പഠിപ്പിച്ചു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്കൊരു 1 വീക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? മാർക്കറ്റ് നിങ്ങൾ അനലൈസ് ചെയ്യണം. ഇപ്പം പഠിച്ചതിനെ ബേസ് ചെയ്ത് ലൈവ് ട്രേഡും കയറി സെൽഫായിട്ട് മാർക്കറ്റ് 1 വീക്ക്, അത് ആരൊക്കെ എഫോർട്ട് ഇട്ട് അനലൈസ് ചെയ്യുന്നു എന്നുള്ളവർക്ക് ഇത് പ്രയോജനപ്പെടുത്തുള്ളൂ. ആ 1 വീക്ക് നിങ്ങൾ നല്ല പോലെ അനലൈസ് ചെയ്യണം. അത് അനലൈസ് ചെയ്തിട്ട് ഇവിടുന്ന് കറക്റ്റ് 1 വീക്ക് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ടോപ്പ് ഡൗൺ അനാലിസിസ് സെക്ഷൻ വെച്ച് തരും. ഓക്കെ, അതായത് ഓരോ പെയറും ഈ മന്ത്ലി വീക്ക്ലി തൊട്ട് 1 മിനിറ്റ് വരെ അനലൈസ് ചെയ്ത് വരുന്നത് ഇത്രയും പെയറുകൾ അനലൈസ് ചെയ്ത് വരുന്ന ഒരു ഫോർമാറ്റ് വെച്ച് തരും. അതൊരു കറക്റ്റ് ഒരു 1 വീക്കിന് ശേഷം. അപ്പം ഈ ഒരു 1 വീക്ക് ആരൊക്കെ എഫോർട്ട് ഇടുന്നോ അത്രയും ആൾക്കാർക്ക് നല്ലൊരു പുകയും നല്ലൊരു സ്ട്രഗ്ലിംഗ് സ്റ്റേജും വരും. ഓക്കെ, മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ട് വരും. അവർ ലൈവിൽ കയറി മാക്സിമം അത് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നീട് ഒരു 1 വീക്കിന് ശേഷം വെച്ച് തരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ പേരും ഏറ്റവും ടോപ്പിൽ നിന്ന് ഡൗൺ സൈഡിലോട്ട് അനലൈസ് ചെയ്ത് വരുന്നതിന് വേണ്ടി ഒരു സെക്ഷൻ വെച്ച് തരും. അതും കൂടെ കയറുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കുറച്ചുകൂടെ ക്ലാരിറ്റിയും കുറച്ചുകൂടി ഇതും കിട്ടും. നമുക്ക് കമ്മിങ് വീക്കിൽ നമുക്ക് അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പറ്റും. സാർ അത്രയും സമയം എഫോർട്ട് ഇട്ടുകൊണ്ടിരിക്കുക. നിർത്തല്ലേ. പിന്നെ സാർ ഓപ്പൺ ആയിട്ട് ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം ഈ ലൈവിൽ കയറി ചോദിക്കാൻ പറ്റില്ലെങ്കിൽ സാർ ഡയറക്റ്റ് മെസ്സേജ് അയച്ചോളൂ. അതാണെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. നമുക്ക് ഈ ചാർട്ട് ഒന്ന് ചേഞ്ച് ചെയ്തൂടെ? ഗോൾഡിലേക്ക് ഒന്ന് പോയിക്കൂടെ? ചാർട്ടേ പേരൊന്ന് ഗോൾഡ് ആ ചെറിയ ടൈം ഫ്രെയിമിൽ പോയാൽ മതി. അതായത് 30 മിനിറ്റിന്റെ പിന്നെ 30 മിനിറ്റ് 15 5 അത് മതി. നമ്മൾ ആ ട്രേഡ് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, പറയൂ. ഒരു ഇപ്പൊ പറഞ്ഞൊരു നമ്മളുടെ അക്യുമുലേഷൻ, പിന്നെ മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അതിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അയ്യോ, അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല. മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് തന്നാലല്ലേ കാണിക്കാൻ പറ്റൂ. ഏതെങ്കിലും ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ അത് ടോട്ടൽ ഇപ്പൊ ഞാൻ ഇത്ര ഫുൾ അനലൈസ് ചെയ്തത് നോക്കാം നമുക്ക്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി.
ഈ അക്യുമുലേഷൻ കൂടുതൽ നടക്കുന്നത് ഏഷ്യൻ സെക്ഷൻ അല്ലേ? അതെ അതെ, ഏഷ്യൻ സെക്ഷനകത്ത് അക്യുമുലേറ്റ് ചെയ്തിട്ട് ലണ്ടനെ ഒന്ന് ബ്രേക്ക് ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ ലിക്വിഡിറ്റി ആയിട്ടുള്ള രീതിക്ക് ബ്രേക്ക് ചെയ്യും. അതെ. ഇതിപ്പം ഏഷ്യൻ സെക്ഷൻ ആണ്. ഇതിനകത്ത് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പം അക്യുമുലേഷനേക്കാൾ കൂടുതൽ ഇവിടുത്തെ ലിക്വിഡിറ്റി നോക്കിയാൽ മതി. ഓക്കെ, ഇതിപ്പോ ഏഷ്യൻ സെക്ഷൻ. ഏഷ്യൻ സെക്ഷന്റെ ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ഇതാ ലണ്ടൻ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ആണ് ഗ്രാബ് ചെയ്തത്. അതിനുശേഷമാണ് ഇത്രയും വലിയൊരു ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുള്ളത്. ഓക്കെ, പക്ഷെ ഇവിടുത്തെ അക്യുമുലേഷൻ ഫേസിൽ അക്യുമുലേഷൻ ശേഷം ഒരു മാനിപ്പുലേഷൻ എന്ന് പറയാൻ വേണ്ടിയുള്ള വലിയൊരു മാനിപ്പുലേഷൻ ഇവിടെ നടന്നിട്ടില്ല. ആകെ ലിക്വിഡിറ്റി മാത്രമാണ് ഹണ്ട് ചെയ്തിട്ടുള്ളത്. ലിക്വിഡിറ്റി ആൻഡ് ഇരട്ട പോക്കാണ് അല്ലേ? അതാണ് സംഭവിച്ചത്. അതെ, നമ്മൾ ഒരിക്കലും അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ അല്ല മെയിൻ എൻട്രി. അത് ഞാൻ പറഞ്ഞ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ മാത്രമാണ്. ലിക്വിഡിറ്റിയും അല്ലെങ്കിൽ OB FEG എന്നുള്ള റിയാക്ഷൻ, അതാണ് മെയിൻ നോക്കുന്നത്. സാറിന് അക്യുമുലേഷൻ ആണോ നോക്കേണ്ടത്, അതോ അല്ലാതെ ലിക്വിഡിറ്റി ഗ്രാഫ് നോക്കിയാലും മതിയോ? മാർക്കറ്റിലെ റിയാക്ഷൻ നോക്കിയാൽ മതിയോ? മാർക്കറ്റ് ഒരുപാട് ഡൗൺ പോയില്ലെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതായത് ഈ ഒരു ലിക്വിഡിറ്റി ഒക്കെ ബ്രേക്ക് ചെയ്ത് ഇപ്പൊ ഇവിടെ നിന്ന് ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തിട്ടിരിക്കുക. അതാ ഈ ഒരു ലിക്വിഡിറ്റിയുടെ റിയാക്ഷൻ അതാ ഇപ്പൊ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്ന് തിങ്കളാണ്, അതും കൂടെ ഓർമ്മ വേണം. ഓക്കെ, ഈ ഒരു ലിക്വിഡിറ്റി എടുത്ത് ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ട് റിയാക്ഷൻ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു റിയാക്ഷൻ ഒന്ന് മുകളിലോട്ട് വന്നാൽ ദാ ഇവിടെ 30 മിനിറ്റിൽ ഇവിടെ FEG ഫോർമേഷൻ ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് ഒന്നുകൂടെ ഒന്ന് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇങ്ങനെ റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കലും എൻട്രി അല്ല, അത് ഞാൻ വീണ്ടും പറയുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ ഒന്ന് ഹയർ ടൈം ഫ്രെയിമിലോ ആദ്യം ലിക്വിഡിറ്റി മാർക്ക് ചെയ്യുന്ന ഏരിയാസിലോ എൻട്രി ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ നിന്ന് റിയാക്ട് ചെയ്യുമ്പം എന്ത് ചെയ്യണം? ചെറിയ ടൈം ഫ്രെയിമിലോട്ട് സ്വിച്ച് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം. നമ്മൾ പറഞ്ഞ റൂൾ ആപ്ലിക്കബിൾ ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഓക്കെ, തിങ്കളാഴ്ച എന്തെങ്കിലും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതല്ലേ ഉള്ളൂ. മാർക്കറ്റിൽ പാർട്ടിസിപ്പൻസ് കൂടി വരുന്നേ ഉള്ളൂ. എല്ലാവരും ട്രേഡിങ്ങിലോട്ട് വരുന്നതല്ലേ ഉള്ളൂ. നോർമൽ കണ്ടീഷനിൽ ഗോൾഡ് എത്ര പോയിന്റ് വരെ പോകും? നോർമൽ കണ്ടീഷൻ ഗോൾഡിന് അങ്ങനെ ഒരു കണ്ടീഷനേ ഇല്ല. ഇല്ലല്ലേ? ഗോൾഡ് അത്രയും വോളറ്റൈൽ അല്ലേ. ഒരു 30. മാർക്കറ്റിന്റെ അനാലിസിസ് നമുക്ക് നാളെ തൊട്ട് ചെയ്തു തുടങ്ങാം. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പം എൻട്രി നിങ്ങൾക്ക് ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ നമുക്കിനി അടുത്തത് റിസ്ക് മാനേജ്മെന്റിനെ പറ്റി ഒന്ന് പറഞ്ഞതിന് ശേഷം ടോട്ടലിലുള്ള സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. റിസ്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ എത്ര ലോട്ടിലാണ് ട്രേഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം. സാറേ പറയൂ. ഹലോ, പറയൂ. OB ക്രിയേറ്റ് ചെയ്യുന്ന OB ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നുകൂടെ പറഞ്ഞത്. ഓർഡർ ബ്ലോക്ക് ഫോം ചെയ്യുന്നതോ? ആ മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഇങ്ങനെയാണ് അല്ലേ? ഒരു അപ് സൈഡോ ഡൗൺ സൈഡോ നമുക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റ് മൂവ്മെന്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഈ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ സ്ട്രക്ചറിലും മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, ഈ ഫോം ചെയ്യുന്ന ഓരോ സ്ട്രക്ചേഴ്സിലും മാർക്കറ്റിന് ഈ ഒരു മൂവ്മെന്റിന് കാരണക്കാരനായിട്ടുള്ള ലാസ്റ്റ് ക്യാൻഡിൽസിനെയാണ് OB എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ ഇതൊരു ഡൗൺ സൈഡ് മൂവ്മെന്റാ. ഈ ഡൗൺ സൈഡ് മൂവ്മെന്റ് എങ്ങനെ സംഭവിച്ചിട്ടുള്ളത്? ആദ്യം ഒന്ന് ഡൗൺ വന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ ഡൗൺ വന്നു, പിന്നെ ഒരു അപ്പ് വന്നു. ഏതോ ഒരു പോയിന്റിൽ നിന്നാ മാർക്കറ്റ് വീണ്ടും ഡൗൺ ആയത്. ഓക്കെ, അപ്പം ഇവിടെ നിന്നുള്ള എന്തോ ഒരു റിയാക്ഷൻ കാരണമാണ് മാർക്കറ്റ് ഇവിടെ നിന്ന് ഡൗൺ ആവാൻ കാരണം. അപ്പം ഈ ഒരു ഡൗൺ മൂവ്മെന്റ് തന്ന ഈ ഏരിയ, ഓക്കെ, ഈ ഡൗൺ മൂവ്മെന്റിന് കാരണം തുടങ്ങിയ ഒരു ക്യാൻഡിൽ ഉണ്ട്. ഈ ഒരു അപ്പ് മൂവ്മെന്റ് പോയിട്ട് ഒരു എൻഡ് ആയി, അതിനുശേഷം ഡൗൺ മൂവ്മെന്റ് വന്നു. അപ്പം ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, അതിനെയാണ് നമ്മൾ ബിയറിഷ് OB എന്ന് പറയുന്നത്. സെല്ലിന്റെ കാര്യത്തിൽ നോക്കുന്ന സമയത്ത് ഓക്കെ, ഇവരാണ് ഒരു OB ഫോം ചെയ്യുന്നത്. ബൈയുടെ കാര്യത്തിലാണെങ്കിൽ ഈ ഒരു ഏരിയയിലാണ് ഫോം ചെയ്യുന്നത്. പക്ഷെ ഒരു OB, ഇത് OB എന്ന് പറയാം. പല ആൾക്കാർ ഇതിനെ OB എന്ന് പറയുന്നു, ഇതിനെ കൺസിഡർ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ഇതിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷെ ഞാനൊരു OB കൺസിഡർ ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നേ ഞാൻ നോക്കുന്നത് ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സിനകത്താണ് OB മെയിൻ ആയിട്ട് വർക്ക് ആവാനുള്ള ചാൻസ്. ഓക്കെ, ഇങ്ങനെയുള്ള OBs മാക്സിമം ഫെയിൽ ആവാനുള്ള ചാൻസാണ് കൂടുതൽ.
ഒരു ലിക്വിഡിറ്റി ഗ്രാബിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. ആ സ്ട്രക്ചറിന്റെ അകത്ത് OB ഉണ്ടെങ്കിൽ അത് വർക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതോടൊപ്പം ഒരു OBക്ക് ശേഷം എന്ത് ചെയ്യണം, ഒരു FEG ഫോർമാറ്റും കൂടെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ OB വർക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇത് മാർക്കറ്റിംഗ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ് എൻഡ് ആവുന്ന ഇതൊന്ന് വെയിറ്റ് ചെയ്യും. ബാക്കിയുള്ള ടോപ്പിക്സ് ടോട്ടൽ പറഞ്ഞു തീർന്നതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ പറയാം. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും ലെഫ്റ്റ് ആയി പൊക്കോണ്ടിരിക്കും. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ലാസ്റ്റ് മാർക്കറ്റിംഗ് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ മാർക്കറ്റിംഗ് കാണിച്ചു തരാം. ഏറ്റവും ലാസ്റ്റ് ഇതൊന്ന് വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് റിസ്ക് മാനേജ്മെന്റിനെ പറ്റിയാണ്. അതായത് നമ്മളൊരു എൻട്രി എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിനി 10 എൻട്രി എടുത്താലും 100 എൻട്രി എടുത്താലും 1 എൻട്രി എടുത്താലും നമ്മുടെ ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ റിസ്ക്. ഓക്കെ, അതായത് എനിക്ക് $100 ക്യാപിറ്റൽ. ഓക്കെ, ഞാൻ ഒരു ട്രേഡിൽ വരുത്താൻ പോകുന്ന നഷ്ടം എന്ന് പറയുന്നത് എങ്ങനെയാ, $10. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത്, എനിക്ക് ഒരു ട്രേഡിൽ $10 നഷ്ടം വരാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഒരു എൻട്രി എടുക്കുന്ന സമയത്ത് ഇവിടെ ആയിരിക്കും എൻട്രി, എന്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും. വേറെ രണ്ടാമത്തെ എൻട്രി ഇത് അതേ ഏരിയ എടുത്ത് തന്നെ രണ്ടാമത്തെ എൻട്രി എടുത്തു, പക്ഷെ സ്റ്റോപ്പ് ലോസ് കണ്ട് ഇത്രയും വലുതായിരിക്കും. മൂന്നാമത് ഞാനൊരു എൻട്രി എടുത്തപ്പം ഇത്ര അടുത്ത് സ്റ്റോപ്പ് ലോസ് വന്നു. അപ്പം ഈ 1-ലും 2-ലും 3-ലും എനിക്ക് സ്റ്റോപ്പ് ലോസ് എത്ര ആയിരിക്കണം, എന്റെ നഷ്ടം എത്ര ആയിരിക്കണം, $10 ആയിരിക്കണം. ഓക്കെ, ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ലോട്ട് സൈസ്, നമ്മൾ സെക്കൻഡ് ക്ലാസ്സിൽ പഠിച്ചതാണ് ലോട്ട് എന്ന് പറയുന്നത്. ഈ ലോട്ട് സൈസ് കൂട്ടിയും കുറച്ചുകൊണ്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റില് എൻട്രീസ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന എൻട്രിയുടെ സ്റ്റോപ്പ് ലോസുകളിൽ നമ്മുടെ എമൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം സ്റ്റോപ്പ് ലോസ് ഏരിയ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസിന്റെ പിപ്പ് ഇതല്ല നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് ഒരിക്കലും സെയിം ആവത്തില്ല. സ്റ്റോപ്പ് ലോസ് ഏരിയ കുറച്ച് ചിലപ്പം വലുതായിരിക്കും, ചിലപ്പം ചെറുതായിരിക്കും, പക്ഷെ നമ്മുടെ നഷ്ടം സെയിം ആയിരിക്കും. അത് നമ്മൾ മാനേജ് ചെയ്യുന്നത് ലോട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അതിനെ പറ്റിയാണ് ഞാൻ പറയാൻ വന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു ജസ്റ്റ് നമുക്ക് വെറുതെ ഒരു എൻട്രിയെ പറ്റി പറയാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു സെൽ എൻട്രി എടുക്കുക. ഈ ഫോം ചെയ്ത FEGയിൽ നിന്ന് സെൽ എൻട്രി എടുക്കുക. ഓക്കെ, 1:2 ടാർഗറ്റ്. ഇതാണ് എൻ്റെ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതാണ് എൻ്റെ എൻട്രി പോയിന്റ്. മാർക്കറ്റ് അവിടെ എത്തിയിട്ടില്ല, ഇനി എന്ത് ചെയ്യണം, മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി ആ OBയിലോ അല്ലെങ്കിൽ ആ FEG ടച്ച് ചെയ്യണം. ഓക്കെ, ഈ ഫോം ചെയ്തിട്ടുള്ള FEGയിൽ ടച്ച് ചെയ്യണം ഫോർ എക്സാമ്പിൾ. ഓക്കെ, ഇവിടെ വന്ന് ടച്ച് ചെയ്യണം. അപ്പൊ എന്റെ സ്റ്റോപ്പ് ലോസ് എങ്ങനെ ഞാൻ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ എന്റെ നഷ്ടം, എന്റെ കയ്യിൽ $1000 ഉണ്ട്. എത്ര എന്റെ കയ്യിൽ, സോറി, ടോട്ടൽ ക്യാപിറ്റൽ എന്റെ 1000 ആണ്. $1000 ആണ് എന്റെ ക്യാപിറ്റൽ. നഷ്ടം എനിക്ക് $50 വെക്കണ്ടേ. ഈ ട്രേഡിൽ എനിക്ക് $50 വെക്കണ്ടേ. 3 വിധത്തില് നമുക്ക് ഈ പറഞ്ഞ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം തുടക്കത്തിൽ ആദ്യം എന്നോട് പറഞ്ഞത് MT5 കാണിക്കണേന്ന്, ഞാൻ ഇതിനകത്ത് MT5ലും കാണിച്ചു തരാം. ഓക്കെ, എനിക്ക് എത്ര കാൽക്കുലേറ്റ് ചെയ്യണ്ടേ, എന്റെ റിസ്ക് എമൗണ്ട് 50 ഓക്കെ ആണല്ലോ, റിസ്ക് എമൗണ്ട് 50 അപ്പം ഇതെങ്ങനെ ഞാൻ ഇവിടെ എത്ര ലോട്ടിലാണ് ട്രേഡ് എടുക്കേണ്ടത് എന്നുള്ള എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഫസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. വെബ്സൈറ്റിന്റെ പേര് ബേബി പിപ്സ്. ഓക്കെ, അല്ലെങ്കിൽ പൊസിഷൻ സൈസിങ് കാൽക്കുലേറ്റർ ഫോർ ഫോറക്സ് എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. എത്ര, പൊസിഷൻ സൈസിങ് കാൽക്കുലേറ്റർ. ഇത് പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറെ കാൽക്കുലേറ്റർ വരും. അതിനകത്ത് ബേബി പിപ്സ് എന്നുള്ള പേര് നിങ്ങളൊന്ന് നോക്കുക. ആണ് ബേബി പിപ്സ്. അതിനകത്ത് ഈ ടൂളിൽ വന്നാൽ, ഇവിടെ ടൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ടൂളിൽ വന്നാൽ ഓക്കെ, ഇവിടെ ഉണ്ട് പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ ഒരു ഇന്റർഫേസ് വരും. ഓക്കെ, ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കണ്ടേ, അക്കൗണ്ട് കറൻസി, നമ്മൾ $, ആണല്ലോ നോക്കുന്നത്. അക്കൗണ്ട് ബാലൻസ്, എന്റെ എത്ര അക്കൗണ്ട് ബാലൻസ്, 1000. ടോട്ടൽ ഇന്ത്യയിൽ എത്ര ഉള്ളത്, 1000. റിസ്ക് പെർസെൻറ്റേജ്, 1000ന്റെ എത്ര പെർസെൻറ്റേജ് റിസ്ക് ഞാൻ വെച്ചേക്കുന്നത് ഇവിടെ, 50. അതായത് 5% ഞാൻ റിസ്ക് വെച്ചേക്കുന്നത് ആണല്ലോ. റിസ്ക് പെർസെൻറ്റേജ് എത്ര, 5%. ഓക്കെ, സ്റ്റോപ്പ് ലോസ് എത്ര പിപ്പാ, ഇവിടെ എത്ര പിപ്പാ സ്റ്റോപ്പ് ലോസ്, ഓക്കെ, ഇവിടെ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ 51 തന്നെ, ഇതിൽ നോക്കിയാൽ 51 കിട്ടും. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ടൂള് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എത്ര പിപ്പാ സ്റ്റോപ്പ് ലോസ് എന്നുള്ള ഇത് നോക്കാം. ഓക്കെ, എത്ര ഇവിടെ കൊടുത്തേക്കുന്നത്, 51 പിപ്പ്. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ടൂൾ വെച്ച് നോക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ തൊട്ട് റൈറ്റ് സൈഡ് തന്നെ ഈ നമ്മുടെ ഈ ഷോർട്ട് പൊസിഷന്റെ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, 51 കാണാൻ പറ്റും. ഓക്കെ, അപ്പം
ഇവിടെ എത്ര? സ്റ്റോപ്പ് ലോസിന്റെ പിപ്പ് 51. ഓക്കെ, പെയർ ഏതാ? യൂറോ USD ആണല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ്. ഓക്കെ, രണ്ട് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് എത്ര? റിസ്ക് എമൗണ്ട്. എത്ര നമ്മൾ പറഞ്ഞേ? 50. ഇവിടെ എത്ര നമ്മൾ പറഞ്ഞേ? 50. അതാണല്ലോ ഇവിടെ വന്നത്, 50. ഇവിടെ കണ്ടില്ലേ സ്റ്റാൻഡേർഡ് ലോട്ട്. ഈ ലോട്ടാണ് നമ്മൾ MD5 പോയി എൻട്രി എടുക്കും പഠിച്ചെടുക്കേണ്ടത്. അതായത് 0.098 ലോട്ടിൽ ട്രേഡ് എടുത്തെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? എൻ്റെ എൻട്രി ഇവിടെ ആപ്ലിക്കബിൾ ആവത്തുള്ളൂ. അതായത് $50 ലോസിൽ എനിക്ക് ട്രേഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എത്ര ലോട്ടില ട്രേഡ് എടുക്കേണ്ടത്? 0.098 ലോട്ടിൽ. ഓക്കെ, ഇതാണ് ഒരു ഓപ്ഷൻ. ഈ പറഞ്ഞ പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ വന്നിട്ട് ഇതേപോലെ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് പറ്റത്തില്ല, ഇതിന് കുറച്ച് ടൈം എടുക്കും. ടൈം എന്ന് മീൻസ് പെട്ടെന്ന് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരെ സംബന്ധിച്ച് പറ്റും. ഇത് ഒന്നാമത്തെ ഫോർമാറ്റ്. വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, എഴുതിയെടുക്കേണ്ട ആൾക്കാർ നോട്ട് ചെയ്ത് തന്നെ വെക്കണേ. നിങ്ങൾ പെട്ടെന്ന് ഒരു ക്ലാസ് കൊണ്ട് മനസ്സിലാവുന്ന കാര്യങ്ങളല്ല. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, ട്രേഡിങ് അത്ര എളുപ്പമല്ല. ചെയ്യേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് സെക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞ് മാത്രം നോക്കിയിരിക്കല്. ഓക്കെ, അതിന് പകരം ഈ പറയുന്ന കാര്യങ്ങൾ പറ്റുമെങ്കിൽ നോട്ട് ചെയ്ത് തന്നെ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതെല്ലാം നിങ്ങളുടെ എഫോർട്ടാണ്. നിങ്ങളുടെ കഷ്ടപ്പാടിനനുസരിച്ചിരിക്കും നിങ്ങളുടെ റിസൾട്ട്. അപ്പം ബേബി പിപ്സി വന്നിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം അടിച്ചു കൊടുത്തു. എൻ്റെ റിസ്ക് എമൗണ്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, അതിന്റെ കൂടെ തന്നെ അത് എത്ര പിപ്പാണെന്നുള്ളതുണ്ട്. അപ്പൊ എനിക്ക് വരുത്തേണ്ട റിസ്ക് $50. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ബേബി പിപ്സി വന്നിട്ട് അക്കൗണ്ട് ബാലൻസ് 1000, റിസ്ക് പെർസെൻറ്റേജ് 5, സ്റ്റോപ്പ് ലോസ് എത്ര പിപ്പ? 51, കറൻസി യൂറോ USD. അത്രയും കൊടുത്തിട്ട് കാൽക്കുലേറ്റ് കൊടുത്തപ്പോൾ എന്തൊക്കെ വന്നു? ഇവിടുത്തെ റിസ്ക് എമൗണ്ട് വന്നു 50 വന്നു, സ്റ്റാൻഡേർഡിലോട്ടും വന്നു 0.098 ലോട്ടും. ഓക്കെ, ഇത് ഒന്നാമത്തെ ഫോർമാറ്റ്. ഇനി ഇതല്ല, നിങ്ങൾക്ക് കാൽക്കുലേറ്റർ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ചാൽ ലോട്ട് ഈസ് ഈക്വൽ ടു റിസ്ക് എമൗണ്ട്. റിസ്ക് എമൗണ്ട് എത്ര? 50. റിസ്ക് എമൗണ്ട് ഡിവൈഡഡ് ബൈ എത്ര പിപ്പറ്റ് ആണോ, പിപ്പല്ല പിപ്പറ്റ്. ഓക്കെ, റിസ്ക് എമൗണ്ട് എത്ര ആണോ ആ റിസ്ക് എമൗണ്ട് ഡിവൈഡഡ് ബൈ പിപ്പറ്റ്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോട്ട് കിട്ടും. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഇപ്പൊ ഇവിടെ എത്ര? 50. 50 ഡിവൈഡഡ് ബൈ 51 പിപ്പ് എന്ന് പറഞ്ഞ അപ്പൊ എത്ര പിപ്പറ്റാ? 510. 50 ഡിവൈഡ് ബൈ 510 എന്ന് അടിച്ചു നോക്ക് നിങ്ങൾ. ഇത് കിട്ടും 0.098. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തു ആദ്യം. 50 റിസ്ക് എമൗണ്ട് ഡിവൈഡഡ് ബൈ പിപ്പറ്റ്. 50 ഡിവൈഡഡ് ബൈ 510 എത്ര വന്ന? ആദ്യം ഒന്ന് നോക്കിയോ? കറക്റ്റ് ആണ്, 0.098. ഇതാണ് രണ്ടാമത്തെ ഫോർമാറ്റ്. ഓക്കെ, എങ്ങനെ ഇക്വേഷൻ വന്നേ? ലോട്ട് ഈസ് ഈക്വൽ ടു റിസ്ക് എമൗണ്ട് ഡിവൈഡഡ് ബൈ പിപ്പറ്റ്. എത്ര കിട്ടും? നമ്മൾ എത്ര ആണോ നമ്മുടെ ലോഡ് സൈറ്റ് വെക്കുന്നത് 10. അതായത് എനിക്ക് $50 നഷ്ടം വരണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ട്രേഡിൽ വെക്കേണ്ട ലോഡ് സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? ആ 0.098 എന്നുള്ള ലോട്ടാ വെക്കണ്ടേ, അല്ലെ 0.09 എന്നുള്ള ലോട്ടാ വെക്കണ്ടേ. ഇത് രണ്ടാമത്തെ ഫോർമാറ്റ്. ഇനി ഇത് രണ്ടുമില്ലാതെ MD5 തന്നെ നമുക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ടോ 2 സെക്കൻഡ് കൊണ്ടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് കാണിക്കട്ടെ. ഇതിപ്പോ 4 അവറിന്റെ ചാർട്ട്. ഇത് ഞാൻ ഈ ട്രേഡിംഗ് വ്യൂവിന്റെ സ്ക്രീൻ ഒന്ന് ഓഫ് ചെയ്തിട്ട് എന്റെ ഫോണിന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഒന്ന് വെയിറ്റ് ചെയ്യേ. സാർ ഇതിൽ ഈ സെയിം സാധനം ഗോൾഡിൽ ഒരു വ്യത്യാസം വരില്ലേ? പറഞ്ഞുതരാം. ഓക്കെ, ഇതിപ്പം യൂറോ USDയുടെ 4 അവറിന്റെ ചാർട്ടാണ്. കണ്ടല്ലോ, യൂറോ USDയുടെ 4 അവറിന്റെ ചാർട്ടാണ്. ഇതില്
സെക്കൻഡ്. ഓക്കെ, യൂറോ USDയുടെ 4 അവറിന്റെ ചാർട്ടായി കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ എന്താ പറഞ്ഞേ, ഈ പറഞ്ഞ സാറേ FVG യിലാണ് കാണുന്നില്ലല്ലോ. സാറേ കാണുന്നത്. സ്ക്രീൻ ഷെയർ അല്ല തോന്നുന്നു സാറേ. സ്ക്രീൻ കാണുന്നില്ല സാറേ. വെയിറ്റ്. കാണുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, കട്ടാവുന്നുണ്ടല്ലേ? വേറൊന്നുമല്ല, ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് തന്നെ റെക്കോർഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയേ ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ കട്ടാവുന്നത്. സോറി, ഫോണിൽ സ്ക്രീൻ റെക്കോർഡിങ് ചെയ്യാൻ പറ്റില്ല. രണ്ടും പറ്റത്തില്ല. സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ നേരത്ത് കട്ടാവുകയാണ്. വാട്ട് ടു ഡു? ഓക്കെ, നോക്കാം. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ? ഇപ്പൊ കാണുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പം എനിക്കിവിടെ എടുക്കേണ്ട എൻട്രി എന്ന് പറയുന്നത് 4 അവറിൽ ഈ ഒരു FVGയിലാണ്. അപ്പം മാർക്കറ്റ് നമ്മൾ ഏത് ഓർഡറാണ് വെക്കണ്ടേ? ലിമിറ്റ് ഓർഡർ ആണല്ലോ വെക്കണ്ടേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? സെൽ ലിമിറ്റ് എടുക്കുന്നു. ഓക്കെ, ഇവിടെ കൊണ്ട് സെൽ ലിമിറ്റ് വെച്ചു. ഓക്കെ, ആ FVGയിൽ മാർക്കറ്റിൽ കൊണ്ട് സെൽ ലിമിറ്റ് വെച്ചു. സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണ്ടേ? ഇതാണ് നമ്മൾ കുറച്ച് മുന്നേ സ്റ്റോപ്പ് ലോസ് എടുത്ത ഏരിയ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എനിക്ക് എത്ര നഷ്ടം വരുത്തണ്ടേ? $50. ഇപ്പൊ ഇതിന്റെ സെൻട്രി കിടക്കുന്ന ലോട്ട് എത്ര? 0.15 ലോട്ട് എന്നാണല്ലോ സെൻട്രി കിടക്കുന്നത്. കാണാൻ സാധിക്കുന്നുണ്ടല്ലോ? കണ്ട, ഞാൻ ഇവിടെ കണ്ടില്ലേ? ഇവിടാണ് നമ്മൾ ലോട്ട് മാറ്റുന്നത്. ഇപ്പൊ അവിടെ കിടക്കുന്ന ലോട്ട് എത്ര? 0.15 എന്നുള്ള ലോട്ടാണ്. ഓക്കെ, അപ്പൊ എനിക്ക് എന്താ ചെയ്യണ്ടേ? അവിടെ ലോട്ട് സൈസ് കുറയ്ക്കണം. അതായത് ഞാൻ ഇപ്പം ഇവിടെ ഈ സ്റ്റോപ്പ് ലോസ് കൊണ്ടുവച്ച സമയത്ത് ഈ സ്റ്റോപ്പ് ലോസിന്റെ തൊട്ടപ്പുറത്ത് കണ്ടോ 76.20 USD എന്ന് കണ്ടോ? 76.20 USD ആണല്ലോ. അപ്പൊ എത്ര? ഞാൻ ഇപ്പൊ ഈ 0.15 ലോട്ടിൽ എൻട്രി എടുത്താൽ എന്റെ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ എനിക്ക് എത്ര പോകും? 77.55. ഇപ്പൊ ഞാൻ വെച്ചേക്കുന്ന ഏരിയയില് ഓക്കെ, എനിക്ക് അത്ര എമൗണ്ട് പോകും. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എന്റെ ലോട്ട് അവിടെ കുറയ്ക്കണം. ഇവിടെ തൊട്ട് മേളിൽ ലോട്ട് കുറയ്ക്കാൻ പറ്റുമല്ലോ. ഞാനപ്പം 0.09 എന്നാക്കി എന്തായി? അവിടെ 45 ആയി. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ ഈ 0.09 മ്യൂട്ട് ചെയ്യണം. ഡൗട്ട് വരുമ്പോ ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇപ്പൊ ഞാൻ എന്തായി? 0.09 ലോട്ട് അടിച്ച്. അപ്പൊ എന്തായി? അവിടെ ഈ ഒരു എൻട്രി സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ എനിക്ക് എത്ര പോകും? ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 45. അപ്പൊ എന്താ? 0.09 കഴിഞ്ഞാൽ പിന്നെ ഒരു പോയിന്റും കൂടെ കൂടി എന്താണ്? 0.1. ഇപ്പൊ എത്രയായി? $50. കറക്റ്റ് ആയില്ലേ? നമ്മൾ പറഞ്ഞ സ്റ്റോപ്പ് ലോസ് $50 അല്ലേ? അപ്പം 0.1 ലോട്ടിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? എനിക്കത് $50 സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാൽ എൻ്റെ $50 ആണ് പോകുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് MD5 തന്നെ സിമ്പിൾ ആയിട്ട് അത് എടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഒരു എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു FVG എന്നാണ് എനിക്ക് എൻട്രി എടുക്കേണ്ടത്. ഞാനപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ലിമിറ്റ് ഓർഡർ അവിടെ പ്ലേസ് ചെയ്യണം. ഓക്കെ, ഞാൻ FVGയിൽ ഇതാകൊണ്ട് ലിമിറ്റ് ഓർഡർ വെച്ചു. സ്റ്റോപ്പ് ലോസ് അതിന്റെ മുകളിൽ എവിടെയാണോ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് അതിന്റെ തൊട്ട് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? എത്രയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും എത്ര ഡോളർ ആണെന്നുള്ളത്. ഓക്കെ, ഞാനിപ്പം 1 ലോട്ടാ മുകളിൽ ഇട്ടേക്കുന്നത്. മുകളിൽ ഇപ്പം 1 ലോട്ടാ കിടക്കുന്നത്. അപ്പൊ ഞാൻ സ്റ്റോപ്പ് ലോസ് കൊണ്ട് വെച്ചപ്പോൾ എനിക്ക് എന്തായി? അവിടെ ഈ ഒരു എൻട്രി 1 ലോട്ടിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ എനിക്ക് എത്ര പോകും? $499 പോകും ആണല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ലോട്ട് കുറയ്ക്കണം. ഞാൻ 0.5 ഇട്ട് കൊടുത്തു. അപ്പൊ എത്രയായി? 249. അപ്പൊ എനിക്ക് മനസ്സിലായി വീണ്ടും ലോട്ട് കുറയ്ക്കണം. 0.1 ഇട്ട് കൊടുത്തു. അപ്പൊ എത്രയായി? $49. എന്റെ ലിമിറ്റായി. ഞാൻ ഉദ്ദേശിച്ച ലോസ് ആയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഈ തൊട്ട് മുകളിൽ നിങ്ങൾ എന്തായാലും MD5 പോയാണ് എൻട്രി എടുക്കുന്നത്. ആ എൻട്രി എടുക്കുന്ന ഓൺ ദ സ്പോട്ടിൽ തന്നെ എന്താണ്? ഈ ലോട്ട് ഒന്ന് സ്റ്റോപ്പ് ലോസ് കൊണ്ടുവച്ചാൽ എവിടാണോ നമ്മുടെ ഓൾറെഡി നമുക്ക് ഏരിയ അറിയാം. എവിടാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് എന്നുള്ള ഏരിയ നമുക്കറിയാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? ആ സ്ഥലത്ത് സ്റ്റോപ്പ് ലോസ് കൊണ്ട് എൻട്രിയുടെ കൂടെ തന്നെ സ്റ്റോപ്പ് ലോസും കൂടെ കൊണ്ട് വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന നഷ്ടം എന്നുള്ളത്. ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക?
ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ അവിടെ ലോട്ട് മാറ്റി കൊടുത്ത് ചേഞ്ച് ചെയ്ത് നോക്കുക. 1, 2, 3 സെക്കൻഡ്, മാക്സിമം ഒരു 3 സെക്കൻഡ് ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ലോട്ട് സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. ഇപ്പൊ ഞാൻ അവിടെ ഒരു 1 ലോട്ടിലായി എൻട്രി നോക്കുന്ന സമയത്ത് $500 ലോസ് വന്ന് എനിക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? 1 ലോട്ടിൽ എടുത്താൽ 500, 0.1 എടുത്താലോ 50. നിങ്ങൾ കുറെ വട്ടം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് സിമ്പിൾ ആയിട്ട് മാറും. ഇപ്പം ഗോൾഡിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഗോൾഡ് എടുത്തു. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് എനിക്കൊരു എൻട്രി എടുക്കണം. സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഇത്രയും മുകളിലാണ്. അപ്പൊ ഞാൻ 0.15 എടുത്താൽ 695 വരും. ഹയർ ടൈം ഫ്രെയിം ആണ്. 0.01 എടുത്താൽ മതി. അപ്പൊ എത്രയായി? $46. ഇപ്പൊ ഈ എൻട്രി ഞാൻ ഇവിടെ വെച്ചേക്കുന്നത് ഈ ഒരു ഏരിയയിൽ ടൈം ഫ്രെയിം 5 മിനിറ്റ്സിലൊന്ന് കാണിക്കാമോ? 5 മിനിറ്റില് ഇപ്പൊ ഞാൻ ഒരു ബൈ എൻട്രി ഓൺ ദ സ്പോട്ട് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന പ്രൈസിൽ എൻട്രി എടുക്കുക. അതാണ്ട് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത് ഇവിടെ. ഓക്കെ, ഇവിടെ വെച്ച് മാർക്കറ്റ് ഞാൻ എൻട്രി എടുക്കുക. സ്റ്റോപ്പ് ലോസ് വരുന്നത് ഇവിടെ. ഓക്കെ, ഇപ്പൊ എത്ര നിൽക്കുന്ന $10. അപ്പൊ 0.01 ലോട്ടില് ഞാൻ എൻട്രി എടുത്താൽ എനിക്ക് ഇപ്പം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാൽ എത്ര പോകും? 10 പോകും. എനിക്ക് 50 പോകണ്ടേ? 0.05 ആക്കിയാൽ മതി. കണ്ടില്ലേ ഇപ്പൊ എത്ര സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാൽ പോകുന്നേ? അവിടെ കൊടുത്തിട്ടുണ്ട്, എത്ര പോകും? 50. ഇതിനാകെ 1 സെക്കൻഡ് പോലും എടുത്തില്ലല്ലോ. ക്ലിയർ ആയോ? എന്നിട്ട് ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ മതി, എൻട്രി അവിടെ പ്ലേസ് ആയി. നമുക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 3363 നെക്സ്റ്റ് ലിക്വിഡിറ്റി. 3300 അങ്ങനല്ല പറഞ്ഞേക്കുന്നത്. ഞാൻ നിങ്ങൾ ലോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയാ പറയുന്നത്. അല്ല, നമ്മൾ ടാർഗറ്റും കൂടെ ടാർഗറ്റ് വെക്കുവാണെങ്കിൽ ടി പി ക്ലിക്ക് ചെയ്തിട്ട് 3363 കൊണ്ടുവെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ടി പി എത്ര? $60. ടി പി ഹിറ്റ് ആയാൽ $60 കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ, 1:2 ആണല്ലോ ടാർഗറ്റ് വെക്കണ്ടേ. അപ്പൊ എത്ര? ഇവിടെ 50 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 100. അല്ല, ഞാൻ ജസ്റ്റ് ലിക്വിഡിറ്റി ഈ ഗ്രാഫിൽ കാണുമ്പോൾ പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇവിടെ എന്ത് ചെയ്യുക? 1:2 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എൻട്രി എടുത്ത് ഇവിടെ സ്റ്റോപ്പ് ലോസ്, ഇവിടെ ടി പി എത്ര? 100. എവിടെയാന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവെക്കുന്നിട്ട് എന്നിട്ട് ആരോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ എൻട്രി അവിടെ പ്ലേസ് ആയി. ഓക്കെ, അപ്പൊ ഈ ലോട്ട് സൈസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടി പി അതിനകത്ത് കാണാൻ പറ്റുന്നത് അല്ലേ? ലോട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇത് അറിയാൻ പറ്റുന്നത്. അതിപ്പം എൻട്രി എടുക്കാൻ വരുമ്പോൾ തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെക്കുമ്പോൾ തന്നെ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര കിട്ടുന്ന പ്രോഫിറ്റ് എന്നുള്ളത്. ആ ലോട്ടിൽ എടുത്താൽ എത്ര കിട്ടുന്നത് എന്നുള്ളത്. ഞാനിപ്പോ 0.05 പകരം അവിടെ 5 ലോട്ടിൽ എടുക്കുക, 5 ലോട്ടിൽ എടുക്കുക. 5 ലോട്ടിൽ എടുത്താൽ എന്റെ ടി പി ഇത് മാറി. എനിക്കിപ്പോ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താൽ എന്റെ $5095 പോകും. പ്രോഫിറ്റ് കിട്ടിയാൽ 1025 പ്രോഫിറ്റ് കിട്ടും. ഡോളർ പ്രോഫിറ്റ് കിട്ടും. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ ഓക്കെ, ക്ലിയർ ആയിരുന്നു. സത്യം പറഞ്ഞാൽ നേരത്തെ മനസ്സിലായില്ലേ? ഓക്കെ, ക്ലിയർ ആയല്ലോ. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിന് 3 ഫോർമാറ്റ് ഞാൻ പറഞ്ഞു തന്നു. ഒന്ന് ബേബി പിപ്സ്, 2 ലോട്ട് സൈസിന്റെ ഇക്വേഷൻ, പിന്നെ ഇത്. ഞാൻ കൂടുതലും ചെയ്യുന്ന ഇതാണ്, കാരണം ചെയ്ത് ശീലമായോണ്ടാണ്. അതെ അതെ, അതിലും നല്ല എന്തായാലും MT5 പോയിട്ടാണ് എൻട്രി എടുക്കുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയാ പോരെ. എന്തായാലും എൻട്രി എടുക്കുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് വെച്ചേ പറ്റും. അപ്പൊ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലെഫ്റ്റ് അറിയാം, തൊട്ട് മുകളിൽ ലോട്ട് ഉണ്ട്, ലോട്ട് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോവാം. ഓക്കെ ആണല്ലോ? എന്ത് പറ്റി? ആരും ഒന്നും പറയുന്നില്ലല്ലോ, തമ്പ് പോലും കാണുന്നില്ലല്ലോ. എനിക്ക് ഓക്കെ ആണ്. കണ്ടിന്യൂ ചെയ്യട്ടെ സാറേ? ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇതാണോ MT5 ആണോ? ഇത് ഓക്കെ. എനിക്ക് ഈ പറഞ്ഞിട്ട് ലോട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഓക്കെ. അപ്പൊ ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞോട്ട് ഇപ്പൊ ലൈവ് മാർക്കറ്റിൽ സാർ ഈ പറയുന്ന ലാസ്റ്റ് വിക്ക് വന്നിരിക്കുന്നില്ല, ഒരു ഗ്രീൻ വിക്ക് വന്നിരിക്കുന്നത്, അതിന്റെ പൊക്കത്തായിട്ടാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നതെങ്കിലും മേലോട്ട് കയറ്റി വെക്കുക. മേലോട്ട് കയറ്റി വെക്കാൻ നേരത്ത് ഇവിടെ അപ്പോഴും അഡ്ജസ്റ്റ് ആവുന്നത് ലോട്ട് സൈസ് തന്നെയാണോ? ലോട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മാനേജ് ചെയ്യണ്ടേ. ഇപ്പൊ എനിക്ക് 50 ഇപ്പൊ ഞാൻ ഇവിടാണ് സ്റ്റോപ്പ് ലോസ് വെച്ചത്. ഇപ്പൊ 0.05 ഞാൻ ഇപ്പൊ എന്റെ ലോട്ട് കിടക്കുന്നത്. അപ്പൊ അവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാലും എനിക്ക് എത്ര പോകും? 35. എനിക്ക് എത്ര ആക്കണ്ടേ? 50 ആക്കണം. അപ്പൊ ഞാൻ 0.05 എന്നുള്ള 0.06 ആക്കി. അപ്പൊ 42 ആയി. 0.07 ആക്കി. അപ്പൊ എത്രയായി? 49.70 ആയല്ലോ. ഓക്കെ.
ഓക്കെ ഈ ലോട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ റിസ്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. റിസ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കേണ്ടത്. ഒരിക്കലും സ്റ്റോപ്പ് ലോസ് ഏരിയ അല്ല മാറ്റേണ്ടത്. സ്റ്റോപ്പ് ലോസ് ഏരിയ മാർക്കറ്റിന്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ എങ്ങനെ നമ്മൾ മനസ്സിലാക്കണ്ടേ? ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ട് ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാൽ മാർക്കറ്റിന്റെ വ്യൂ മാറി. ആ വ്യൂ മാറുന്നിടത്താണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. അതിനനുസരിച്ച് ലോട്ട് കൂട്ടിയും കുറച്ചും നമ്മുടെ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, കണ്ടിന്യൂ ചെയ്യട്ടെ. ഓക്കെ ഓക്കെയാണ്. സാറേ ബാക്കി ക്ലാസ് വേറൊരു ലൈവിലോട്ട് ആക്കിയാലോ? ബാക്കി ക്ലാസ്സോ? അയ്യോ ഇല്ല, കുറച്ചും കൂടെ ഉള്ളൂ. ഓക്കെ, മേജർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇതാണ് എൻട്രിയും റിസ്ക് മാനേജ്മെന്റും. ഇനിയാണ് ട്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇനി ഞാൻ കുറച്ച് ഓടിച്ച് പറഞ്ഞു പോവാം. ഓക്കെ, ആരും ഇറങ്ങല്ലേ, കുറച്ച് സമയം കൂടെ ഉള്ളൂ. ഓക്കെ, ഇനിയാണ് നമ്മുടെ ട്രേഡിംഗ് സിസ്റ്റം. ഇനി നിങ്ങൾ ചെയ്യേണ്ട സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞു തന്ന കാര്യങ്ങൾ ഒരു പുക പോലെ ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. സ്വാഭാവികമാണ്. ഓക്കെ, അതൊക്കെ നോർമൽ ഉള്ള കാര്യമാണ്. നിങ്ങൾ മാർക്കറ്റിൽ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അതൊന്ന് ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മളെ കൊണ്ട് പറ്റും, നമുക്ക് ടൈം എടുത്ത് തന്നെ പഠിച്ചാൽ മതി. പെട്ടെന്ന് വന്നിട്ട് ഇവിടെ കോടീശ്വരനാവാൻ നോക്കണ്ട. കുടുംബം പോകത്തേ ഉള്ളൂ, അല്ലെങ്കിൽ കയ്യിരിക്കുന്ന കാശ് പോകത്തേ ഉള്ളൂ. അതിനുവേണ്ടി ശ്രമിക്കുകയേ വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ട്രേഡ് എടുക്കാൻ വരുന്ന സമയത്ത് ഒന്ന് റിസ്ക് വൃത്തിക്ക് മാനേജ് ചെയ്യുക. രണ്ട്, ഇമോഷൻ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം. അവിടാണ് ഈ ഫണ്ടഡ് അക്കൗണ്ട്സിന്റെ ഡെമോ അക്കൗണ്ട്സിന്റെ ഒക്കെ കാര്യം വരുന്നത്. ഓക്കെ, റിയൽ അക്കൗണ്ടിന്റെ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഒരു കോമ്പറ്റീഷൻ റൺ ആവുന്നു. നിങ്ങൾക്ക് അറിയാലോ എന്തിനു വേണ്ടിയാ കോമ്പറ്റീഷൻ? ആ ഒരു കോമ്പറ്റീഷന് 25,000 രൂപയാണ് നമ്മൾ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ കൂട്ടത്തിൽ നിന്ന് എഫോർട്ട് ഇട്ട് ഹാർഡ് വർക്ക് ചെയ്ത് $10 എങ്കിൽ $10 വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് $10 10% ബിൽഡ് ചെയ്താൽ എത്ര? $1 പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നുള്ളൂ. വേണ്ട, $50 എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 4,000 ആണ്. ഈ 4,000 യൂസ് ചെയ്തുകൊണ്ട് 400 രൂപ പ്രോഫിറ്റ് എടുത്താലും ഒരു സിസ്റ്റം അവിടെ വേണം. ഒരു ദിവസം 10 ട്രേഡ് എടുക്കുന്ന ആൾ ഡിസിപ്ലിൻഡ് ട്രേഡർ ആണോ? അല്ല. ഒരു ദിവസം 1 2 ട്രേഡ് എടുത്ത്, ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ലോസ് കാണുമ്പോൾ തന്നെ, ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ഏത് കണ്ടാൽ പോലും നമുക്ക് അറിയാൻ പറ്റും അയാള് ഡിസിപ്ലിൻ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു ട്രേഡിൽ $1 ലോസ്, അടുത്ത ട്രേഡിൽ $5 ലോസ്, മൂന്നാമത്തെ ട്രേഡിൽ $10 ലോസ്. സിസ്റ്റമാറ്റിക് ആയിട്ടാണോ ട്രേഡ് ചെയ്യുന്നത്? അല്ല, ഒരിക്കലും അല്ല. അല്ലെ, അദ്ദേഹത്തിന് മാർക്കറ്റിൽ പിടിച്ചിരിക്കാൻ പറ്റുമോ? ഇല്ല, മാർക്കറ്റിൽ അദ്ദേഹം ഫെയിൽ ആവത്തുള്ളൂ. ഇപ്പം കുറച്ച് കാശ് കിട്ടിയാലും കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം ഫെയിൽ ആയി പോകത്തുള്ളൂ. അപ്പൊ മാർക്കറ്റിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പിടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഡിസിപ്ലിൻ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് റിസ്ക് മാനേജ് ചെയ്ത് ട്രേഡ് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റബിൾ ആവാൻ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് നമ്മൾ $300, അതായത് 25,000 രൂപ ക്യാഷ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത്. നല്ലൊരു ക്യാപിറ്റൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ അതിനകത്ത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി പറയാനുള്ള 2-3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഡെയിലി മാക്സിമം ട്രേഡ് 2 ട്രേഡ്സ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതായത് എല്ലാ ദിവസവും 2 ട്രേഡ് എടുക്കാനല്ല ഞാൻ പറഞ്ഞത്, മാക്സിമം 2 എണ്ണം എടുക്കാൻ പാടുള്ളൂ. ഒരു ദിവസം 5 എൻട്രി ഒന്നും ഓപ്പൺ ചെയ്ത് ഒരാളും വെക്കല്ലേ. ഓക്കെ, അത് നിങ്ങളെ സംബന്ധിച്ച് ദോഷമാണ്. കാരണം 5 എൻട്രി പ്രോഫിറ്റ് ആവുന്ന സിറ്റുവേഷൻ വരും, അതേപോലെ 5 എൻട്രി ലോസ് ആവുന്ന സിറ്റുവേഷനും വരും. അതിലോട്ട് പോവല്ലേ. ഓക്കെ, 5 എൻട്രി പ്രോഫിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ നല്ല പ്രോഫിറ്റ് കിട്ടും, 5 എൻട്രി ലോസ് ആവുക എന്ന് പറഞ്ഞാൽ നല്ല ലോസും വരും. അതുകൊണ്ട് ആ സിറ്റുവേഷനിലോട്ട് പോലെ. അതോടൊപ്പം തന്നെ ക്യാപിറ്റലിന്റെ, നിങ്ങൾ റിയൽ അക്കൗണ്ട് ആണെങ്കിൽ ഏത് അക്കൗണ്ട് ട്രേഡ് ചെയ്താലും ക്യാപിറ്റലിന്റെ 0.5 അല്ലെങ്കിൽ 1%, ഓക്കെ, ഇതിൽ കൂടുതൽ യൂസ് ചെയ്യല്ലേ. അതായത് റിസ്ക് ആണ് പറയുന്നത്. അതായത് നിങ്ങളുടെ ക്യാപിറ്റൽ $1,000, നിങ്ങളുടെ ക്യാപിറ്റൽ ടോട്ടൽ $1,000. ഓക്കെ, ഇതിന്റെ 1% എന്ന് പറഞ്ഞാൽ എത്രയാണ്? $10. ഓക്കെ, അതായത് ഒരു ട്രേഡിൽ നിങ്ങൾ എത്ര നഷ്ടം വെക്കാവൂ? $10. ഇനി ഏറ്റവും മാക്സിമം പോയാൽ 2%. അതിൽ കൂടുതൽ വെക്കല്ലേ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഈ $1,000 ഉള്ള, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉള്ള ഒരാളെ സംബന്ധിച്ച് ഫസ്റ്റ് ട്രേഡ് എടുത്തു, അതില് ഒരു 30,000 അങ്ങ് പോയി, വേണ്ട 1 ലക്ഷം പോയി. ഓക്കെ, 10% റിസ്ക് വെക്കുന്നത്. രണ്ടാമത്തെ ട്രേഡ് എടുത്തു, 1 ലക്ഷം കൂടെ പോയി, ടോട്ടൽ എത്രയായി? 2 ലക്ഷം. മൂന്നാമത്തെ ട്രേഡ് എടുത്തു, അതിൽ 1 ലക്ഷം പോയി, 3 ലക്ഷം പോയി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, നിങ്ങൾ സെൽഫായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. 10 ലക്ഷം ക്യാപിറ്റൽ ഉള്ള ഒരാളെ സംബന്ധിച്ച് ഫസ്റ്റ് ട്രേഡിൽ 1 ലക്ഷം പോയി, സെക്കൻഡിൽ 1 ലക്ഷം പോയി, തേർഡിൽ 1 ലക്ഷം പോയി, നാലാമത്തെ ട്രേഡ് ടോട്ടൽ 3 ലക്ഷം പോയി, ബാക്കി 7 കയ്യിലുള്ളൂ. ഓക്കെ, നാലാമതൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ആ ഒരു എൻട്രി എടുക്കാനുള്ള കോൺഫിഡൻസ് നമുക്ക് കാണുമോ? നമ്മൾ പേടിക്കത്തില്ലേ?
ചിലപ്പോൾ ഈ നാലാമത് എടുക്കുന്ന ഒരു എൻട്രി മതിയായിരിക്കും നമുക്ക് എന്ത് മാർക്കറ്റിൽ ഈ പോയി ഇത്രയും ഫണ്ട് റിക്കവർ ചെയ്ത് കിട്ടാൻ. ഓക്കെ, പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കാൻ വേണ്ടി നമ്മൾ പേടിക്കും. അതെന്തുകൊണ്ടാണ്? ഇമോഷൻ വർക്ക് ആവുന്നതാണ്. അതിന് വലിയ ഓപ്പോസിറ്റ് ചിന്തിക്ക്. 10 ലക്ഷം ക്യാപിറ്റൽ ഉള്ള ഒരാളെ സംബന്ധിച്ച് നിങ്ങൾ ഫസ്റ്റ് ട്രേഡ് എടുത്തു, 10,000 പോയി. സെക്കൻഡ് ട്രേഡ് എടുത്തു, വീണ്ടും 10,000 പോയി, 20K. 5 ട്രേഡ് ഒരുമിച്ച് ലോസ് ആയി. ടോട്ടൽ എത്രയേ പോകുന്നുള്ളൂ? 50,000 പോകുന്നുള്ളൂ. 10 ലക്ഷം ക്യാപിറ്റൽ ഉള്ള ഒരാളെ സംബന്ധിച്ച് 50,000 5 ട്രേഡ് എടുത്ത് ലോസ് ആയാൽ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. മനസ്സിലായില്ലേ? അവിടെ നമുക്ക് എന്ത് ചെയ്തു? നമ്മുടെ ഇമോഷൻ അത്രയും വർക്കൗട്ട് ആയില്ല. 6ാമത്തെ ട്രേഡ് എടുക്കാനുള്ള കോൺഫിഡൻസ് നമ്മുടെ ഉണ്ട്. പോയ 10,000 പോകും നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഓക്കെ, ചിലപ്പോൾ 6ാമത്തെ ട്രേഡോ അല്ലെങ്കിൽ 7ാമത്തെ ട്രേഡോ മതി നിങ്ങളുടെ ഈ ടോട്ടൽ ലോസ് റിക്കവർ ചെയ്യാൻ. അതാണ് ഇമോഷൻ. ഇത് ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ചെറിയ എമൗണ്ടിൽ വെച്ച് ട്രേഡ് ചെയ്ത് ബിൽഡ് ചെയ്തെടുക്കണം. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 0.5% അല്ലെങ്കിൽ 1%. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, അതിൽ നിന്നാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? കോൺഫിഡൻസ് ബിൽഡ് ആവുന്നത്. നിങ്ങൾക്ക് കോൺഫിഡൻസ് സെൽഫായിട്ട് ബിൽഡ് ആയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ റിസ്ക് കൂട്ടിക്കോ, പക്ഷെ അത് ബിൽഡ് ആവുന്നിടം വരെ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? മാർക്കറ്റിൽ പിടിച്ചിരിക്കും. നിങ്ങൾ $100 മാർക്കറ്റിൽ വന്ന് $10 വെച്ച് റിസ്ക് എടുത്താൽ 10 ട്രേഡ് എടുത്ത ക്യാപിറ്റൽ വാഷ് ഔട്ട് ആയി. ആസ് എ ബിഗിനർ എന്നുള്ള നിലയ്ക്ക് അത് വർക്കൗട്ട് ആകാനുള്ള ചാൻസ് ആണോ ഫെയിൽ ആവാനുള്ള ചാൻസ് ആണോ കൂടുതൽ? ഫെയിൽ ആവാനുള്ള ചാൻസ് അല്ലേ? ഈ $100 മാർക്കറ്റിൽ വന്ന വ്യക്തിയെ സംബന്ധിച്ച് $1 വെച്ച് റിസ്ക് എടുത്താൽ എത്ര ട്രേഡ് എടുക്കാനുള്ള ക്യാപിറ്റൽ ഉണ്ട്? 100 ട്രേഡ് എടുക്കാനുള്ള ക്യാപിറ്റൽ ഇല്ലേ? ഇതുപോലെ മാർക്കറ്റിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ. ഒന്നുമില്ല, നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ വേണ്ടിയുള്ള ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ മാർക്കറ്റ് പഠിച്ചെടുക്കാൻ ഇത് മതി. 100 ട്രേഡ് മതി. 100 ട്രേഡ് നിങ്ങൾ എടുത്താൽ ഒരു കാരണവശാലും 100 ലോസ് അടിക്കത്തില്ല. അത് ഉറപ്പാ. ഇതിനകത്ത് എടുക്കുന്നതിന്റെ ഒരു 30% പ്രോഫിറ്റ് അടിക്കും. അങ്ങനെ അടിച്ചാൽ പോലും നിങ്ങൾക്ക് എത്ര ട്രേഡ് എടുക്കാനുള്ള ക്യാപിറ്റൽ ഉണ്ട്? നിങ്ങളെ സംബന്ധിച്ച് ആദ്യം സിസ്റ്റം പഠിക്കുക എന്നുള്ളതല്ലേ. ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് ചെയ്താലേ മാർക്കറ്റിൽ നിലനിൽക്കാൻ പറ്റൂ. ഓക്കെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, പിന്നീട് അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ട്രേഡ് ചെയ്യാം. ആദ്യത്തെ ഒരു 1 വീക്ക് നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടം റിയൽ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യാനാണെങ്കിലും ഫണ്ടഡ് അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഓക്കെ, ഫണ്ടഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും അറിയത്തില്ല. ഫോറക്സിൽ ഒരു പ്രത്യേകതയുണ്ട്. ഫോറക്സ് മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫണ്ട് കടം വാങ്ങിയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. പ്രൈവറ്റ് കമ്പനീസിന്റെ നിന്ന് ഫണ്ട് കടം വാങ്ങിയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. അതാണ് ഫണ്ടഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അതായത് ഞാനൊരു പ്രൈവറ്റ് ഫേമാണ്. ഓക്കെ, ഞാനൊരു പ്രൈവറ്റ് ഫേമാണ്. എൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഫണ്ട് കടം വാങ്ങാൻ പറ്റും. ഞാൻ മിനിമം ഒരു $5,000 ആണ് കടം കൊടുക്കുന്നത്. $5,000. ഓക്കെ, ഈ $5,000 അക്കൗണ്ട് എൻ്റെ ഇത് വാങ്ങണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു ചെറിയ എമൗണ്ട് തരണം. ഒരു $40 തരണം എന്ന് വെച്ചോ. ഈ എമൗണ്ട് വന്നിട്ട് നിങ്ങൾ $5,000 ഫണ്ട് വാങ്ങി. 2 സ്റ്റേജ് ഉണ്ട്, ഫേസ് 1, ഫേസ് 2. ഈ 2 സ്റ്റേജ് ഉണ്ട്. ഫേസ് 1 ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഡെമോ അക്കൗണ്ടാ. ഒരു 8% പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഫേസ് 2 5%. ആസ് എ ട്രേഡർ എന്നുള്ള നിലയ്ക്ക് 5,000ന്റെ 8%, 5,000ന്റെ 5%. 8% ജനറേറ്റ് ചെയ്താൽ ഫേസ് 1 പാസ്സായി. ഫേസ് 2 പാസ്സാവണമെന്നുണ്ടെങ്കിൽ 2% ജനറേറ്റ് ചെയ്യണം. ഓക്കെ, സോറി, ഫേസ് 2 പാസ്സാവണമെന്നുണ്ടെങ്കിൽ 5%. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങളെ സംബന്ധിച്ച് ഈ $5,000 ഡെമോ അക്കൗണ്ട് റിയൽ അക്കൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നീട് നിങ്ങൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതിന്റെ 80% നിങ്ങൾക്ക് 20% ആ കമ്പനിക്ക്. ഇതാണ് റൂള്. അതിന്റെ കൂടെ ഫസ്റ്റ് മേക്ക് ചെയ്യുന്ന പ്രോഫിറ്റിന്റെ കൂടെ ഈ മുടക്കിയ ഫണ്ട് റീഫണ്ടും കിട്ടും. ഇതാണ് ഫണ്ടഡ് ഫേം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് പോസിറ്റീവ് വശമുണ്ട്, നെഗറ്റീവ് വശമുണ്ട്. നിങ്ങൾക്ക് 1 വീക്കിന് ശേഷം വരുന്നത് ഈ ഒരു 1 വീക്കിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഫണ്ടഡ് അക്കൗണ്ട് ആദ്യം എടുക്കാൻ നിൽക്കേണ്ട. 1 വീക്ക് മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. 1 വീക്കിന് ശേഷം വരുന്ന ക്ലാസ്സിൽ ഈ ഫണ്ടഡ് അക്കൗണ്ടിന്റെ റിയൽ അക്കൗണ്ടിനെ കമ്പയർ ചെയ്തുകൊണ്ട് ഞാനൊരു ക്ലാസ് എടുത്തു തരാം. ഓക്കെ, ഇതൊന്നും മനസ്സിലാക്കിയിരിക്കുക. ഇതൊരു ഫേം ഉണ്ട്. അല്ലെങ്കിൽ റിയൽ അക്കൗണ്ട് യൂസ് ചെയ്യാം. റിയൽ അക്കൗണ്ടിൽ ഒരു $50 to $100 ഫസ്റ്റ് ക്യാപിറ്റൽ ആയിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, അൽപാജി യൂസ് ചെയ്ത് കോമ്പറ്റീഷനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. $100 ഇട്ടാൽ അത് അക്കൗണ്ട് ആക്റ്റീവ് ആവും. അതിനുശേഷം 0.01 ഏറ്റവും ചെറിയ ലോട്ടിലെങ്കിലും എന്ത് ചെയ്യുക? 1-2 ട്രേഡ് എടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ 50 ഹോൾഡ് ചെയ്തിട്ട് 50 നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് മാറ്റാം. അപ്പൊ ഈ അക്കൗണ്ട് ആക്റ്റീവ് ആയിരിക്കും. എന്തിനാന്ന് വെച്ചാൽ സ്പ്രെഡ് കുറഞ്ഞ അക്കൗണ്ട് കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പം ഈ ഒരു റിയൽ മണി യൂസ് ചെയ്യണമെങ്കിൽ $100 ഉണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും ചെറിയ ലോട്ടിൽ എന്ത് ചെയ്യുക? 0.01 ട്രേഡ് ചെയ്ത് പഠിച്ചിട്ട് കോൺഫിഡൻസ് ബിൽഡ് ആവുന്ന നേരത്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇവിടാണ് ഏറ്റവും കൂടുതൽ ഇമോഷൻ, റിയാലിറ്റി ഇതെല്ലാം വർക്ക് ആവുന്നത്. ഇത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഫണ്ടഡ് അക്കൗണ്ട് റിയൽ അക്കൗണ്ട് തമ്മിൽ. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് അടുത്ത് എനിക്ക് സംസാരിക്കാനുള്ള കാര്യം. ഇതൊക്കെ നിങ്ങളൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ നല്ലൊരു എഡ്ജ് കണ്ടുപിടിക്കാൻ പറ്റും.
നിങ്ങൾ സെൽഫായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, ആദ്യം നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക. ഞാനിവിടെ എഫോർട്ട് ഇട്ടാൽ വർക്കാവും. പിന്നെ നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുക, അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കുക. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞു തന്ന കൺസെപ്റ്റ് അത് മാർക്കറ്റിൽ വർക്കാകും എന്നുള്ളത്. മാർക്കറ്റിൽ വർക്കാവുമെന്ന് ഞാൻ 100% ഉറപ്പ് പറയുന്നു. ഓക്കെ, കാരണം ഞാനും അതാണ് ചെയ്യുന്നത്, കൂടുതലുള്ള മെന്റേഴ്സും അതാണ് ചെയ്യുന്നത്. അപ്പം അതേ കാര്യമാണ് നിങ്ങൾ ലൈവ് മാർക്കറ്റ് ഞങ്ങൾ പറഞ്ഞു തരാനും ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ലൈവ് വന്നിരുന്നിട്ട് അനലൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം അത് തന്നെ ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു, ഇത് മാർക്കറ്റ് വർക്കാവും. അത് 1ാമത്തെ മാസമോ 2ാമത്തെ മാസമോ വർക്കായില്ലെന്ന് പറഞ്ഞ് പുതിയ സ്ട്രാറ്റജിയുടെ പുറകെ ഓടല്ലേ. അങ്ങനെ ഓടിയാൽ നിങ്ങൾക്ക് മാർക്കറ്റ് എന്നും ഓടിക്കൊണ്ടിരിക്കാനേ പറ്റൂ. ഞാൻ ഉൾപ്പെടെയുള്ള തുടക്ക സമയത്ത് ചെയ്ത തെറ്റ് തന്നെയാണത്. ഓക്കെ, പുതിയ പുതിയ സ്ട്രാറ്റജീസിന്റെ പുറകെ ഓടും, പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടത്തില്ല. ഏറ്റവും സിമ്പിൾ ആണെങ്കിലും പവർഫുൾ ആണെങ്കിലും ഹാർഡ് ആണെന്നുണ്ടെങ്കിലും ഒരു സ്ട്രാറ്റജി കിട്ടിയാൽ അതിൽ നിങ്ങൾ നിങ്ങളുടേതായ റൂൾസ് മേക്ക് ചെയ്തെടുക്കുക. അത് മേക്ക് ചെയ്താൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, മാർക്കറ്റിൽ സക്സസ് ആവും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു തന്ന റൂള് ഒരിക്കലും എനിക്ക് ഈ ഫോർമാറ്റിൽ കിട്ടിയതല്ല. പല ആൾക്കാരിൽ നിന്ന് പല കാര്യങ്ങൾ കിട്ടി, അതിനെ ഞാൻ കമ്പൈൻ ചെയ്തു, മാർക്കറ്റിൽ ചെയ്തു നോക്കി മാർക്കറ്റിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ട് ബിൽഡ് ചെയ്തെടുത്ത റൂളാണ്. ഇതേപോലെ നമ്മൾ പറഞ്ഞു തന്ന റൂളും നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്തിട്ട് നിങ്ങളുടേതായ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, 1% കൂടുതൽ റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, പിന്നീട് വീക്കിലി ഉള്ള ട്രേഡ്സിനകത്ത് മാക്സിമം ഡെയിലി 2 ട്രേഡ്, അതിൽ കൂടുതൽ എടുക്കില്ല. മിനിമം ട്രേഡ് എടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. എല്ലാ ദിവസവും ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ മാത്രം എൻട്രി എടുക്കുക, അല്ലെങ്കിൽ എൻട്രി എടുക്കില്ലേ. മാർക്കറ്റിൽ അങ്ങോട്ട് കയറി എൻട്രി എടുക്കാൻ നോക്കിയാൽ കയ്യിലിരിക്കുന്ന പൈസ പോകും. ഇങ്ങോട്ട് ഓപ്പർച്യൂണിറ്റീസ് തരും. ആ സമയത്ത് മാത്രം എന്ത് ചെയ്യുക, മാർക്കറ്റിൽ എൻട്രീസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, പിന്നീട് 1 വീക്കിന് ശേഷം ഞാൻ അടുത്ത സ്ട്രക്ചറിന്റെ ഫോർമാറ്റ് ഞാൻ പറഞ്ഞുതരാം. ലൈവ് ട്രേഡ് ഉണ്ട്, ടോപ്പ് ഡൗൺ അനാലിസിസിന്റെ സെക്ഷന് ഞാൻ നിങ്ങൾക്ക് തരും. ഓക്കെ, കറക്റ്റ് 1 വീക്ക് നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട്. ഈ 1 വീക്ക് വളരെ വൃത്തിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്കറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ 1 വീക്കിന് ശേഷം നിങ്ങൾക്ക് ഒരു ടോപ്പ് ഡൗൺ അനാലിസിസ് സെക്ഷൻ വെച്ച് തരും. വിത്ത് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ സംസാരിക്കും. പിന്നീട് നിങ്ങൾക്ക് മുന്നോട്ടുള്ള ലൈവ് ട്രേഡ് ആണ്. എല്ലാ ദിവസവും നൈറ്റ് 7:30 ലൈവ് ട്രേഡ് ഉണ്ട്. ഒറ്റയടിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവണമെന്നില്ല. പക്ഷെ ഇപ്പൊ ഏറ്റവും അടുത്ത ലാസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലാസ്റ്റ് 40 പേര് ഇപ്പൊ മാർക്കറ്റിൽ ഇപ്പൊ ഈ ലൈവിലുണ്ട്. ഈ 40 പേരെങ്കിലും റെഗുലർ ആയിട്ട് മാർക്കറ്റിൽ ദിവസം 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നിങ്ങളോട് പറയണത് ദിവസം 1 മണിക്കൂർ. ഇങ്ങനെ ചെയ്താൽ ഒരു 3 മാസം കൊണ്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ ഒരു എഡ്ജ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, പരിശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലൈഫിൽ എവിടെയെങ്കിലും ട്രേഡിംഗ് റിലേറ്റഡ് ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് പറ്റുന്ന കാര്യമല്ല, പതുക്കെ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി എഫോർട്ട്